കൊതിച്ചത് നിനക്ക് കിട്ടും. നീ കൊതിച്ചത്, ബൈബിൾ വചനമാണ് പ്രസംഗിക്കാൻ പോവാ. നീ കൊതിച്ചത് നിനക്ക് തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അങ്ങ് ഡൗൺ ആകല്ല്. ആവശ്യമായത് ദൈവം നിന്റെ കയ്യിൽ കൊണ്ടുവന്നു. ദൈവദൂതനെ പോലെ 4 വശത്തുനിന്ന് നിന്റെ മുമ്പിൽ നിൽക്കും. പ്രിയരെ, കണ്ണുകളൊന്നടച്ച് നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് സാധ്യമെങ്കിൽ ഒന്ന് ചേർത്ത് വയ്ക്കാം. ഇന്ന് ഈ ആലയത്തിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എന്നെ നന്നായിട്ടറിയുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ പോലും അറിയുന്ന നല്ല ദൈവത്തിൻ്റെ മുമ്പിലാണ്, സകലതും സാധ്യമാക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കഴിവുകേടും ദൈവത്തിനറിയാം. എൻ്റെ കുറവുകളെല്ലാം ദൈവത്തിനറിയാം. എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത് എന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം. കുഞ്ഞെ, നീ എവിടെയാ പരാജയപ്പെട്ടത്, എവിടെയാ നീ വേദനിക്കുന്നതെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് പോലും അറിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിനതറിയാം. കാരണം എൻ്റെ ദൈവം എന്നെ നന്നായിട്ടറിയുന്നവനാണ്. ഇരുളേറുന്ന വഴി കൂടെയാണ് പോകുന്നതെങ്കിലും, തിര ഉയരുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്നതെങ്കിലും, ഒന്ന് ഞാൻ അറിയുന്നു, എന്നെ വിളിച്ച ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിച്ച് ഹൃദയത്തിൻ്റെ അകത്തേക്കൊന്ന് സൂക്ഷിക്കുക. ദൈവം ചതിക്കില്ല. ദൈവം വിശ്വസ്തനാണ്. ചിലരൊക്കെ നമ്മളെ ചതിച്ചിട്ടുണ്ട് കൂടെ നിന്നിട്ട്. എന്നാൽ എൻ്റെ ദൈവമോ ചതിക്കുകയില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇരുളേറും പാതയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. കരങ്ങളെ അല്പമൊന്ന് യാചനാപൂർവം പിടിച്ച്, ഒന്നു ഞാൻ അറിയുന്നു, എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ അറിയുന്നു. ഇരുളേറുന്ന ഇരുട്ടിൽ കൂടി പോകുന്ന പോലെ എൻ്റെ ജീവിതം ഇന്ന് പോകുന്നത്. ഇരുളേറും പാതയിൽ വെളിച്ചമൊന്നും കാണാതെ, എന്തു ചെയ്യണമെന്നറിയത്തില്ലാതെ, ആരോട് സഹായം ചോദിക്കുമെന്നറിയാതെ ജീവിക്കുമ്പോൾ, ജീവിതം മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ, ആ കരങ്ങളെ അല്പമൊന്ന് യാചനാപൂർവം പിടിച്ച് വിശ്വാസത്തിൽ ഈ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം പാടുമ്പോൾ അതെൻ്റെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ചൊന്ന് പാടിക്കേ. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, എൻ്റെ ജീവിതമല്ലേ. തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ്. ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ,
കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഇനി ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്പോൾ ഒന്ന് പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ ഈ വചനം ശ്രവിക്കുന്ന ഈ ധ്യാനാത്മകമായ അന്തരീക്ഷത്തിലിരുന്ന് വചനം ശ്രവിക്കുന്ന ഈ നാളുകളിൽ ഇവിടെ വന്നിട്ടുള്ളവർ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ, കർത്താവേ, അവരോരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും, ഒരാൾ പോലും നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിയോഗം സമർപ്പിക്കുന്ന ഒരാൾ പോലും, ഒരു കുടുംബം പോലും എവിടെയും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാൾ പോലും ആത്മഹത്യ ചെയ്തു എന്ന് അറിയാനിടയാകരുത്, കേൾക്കാനിടയാകരുത്. ഒരാൾ പോലും വിഷം കഴിച്ച് അത്യാസന്ന നിലയിലാ, നിരാശയിലാന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരു കുഞ്ഞു പോലും, ഒരാൾ പോലും തെറ്റായ ബന്ധത്തിൽ പോയി വഴിതെറ്റിപ്പോകരുത്. ഒരാൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരു കുടുംബവും പരാജയത്തിൻ്റെ അത്ര സാഹചര്യത്തിലൂടെ കടന്നു പോവാന്ന് അറിയാൻ ഇടയാകരുത്. പിന്നെ എന്തറിയാൻ ഇടയാകണം? കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ആളുകളിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങളുടെ ചെവികളിൽ കേൾക്കാൻ കഴിയണം. അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകണം. കർത്താവേ, ഞങ്ങൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വീട് പോലും തമ്മിൽ തല്ലി ചെതറിപ്പോകാൻ ഇടയാകരുത്. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സ്നേഹം വർദ്ധിക്കുന്നത്, സന്തോഷം വർദ്ധിക്കുന്നത് അറിയുവാൻ ഞങ്ങൾക്ക് ഇടവരണം. ഹല്ലേലൂയ. ഇതെല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് പറഞ്ഞ്, വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടു എന്ന് കേൾക്കരുത്. ജീവിതത്തിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ ആ ഗ്രാഫ് ഉയർന്നു നിൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന ഒരാൾ പോലും ജോലിയില്ലാതെ ഭാരപ്പെടരുത്. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നല്ലൊരു വീടില്ലാതെ ഭാരപ്പെടരുത്. ദൈവമേ, ദൈവവചനം കേൾക്കുന്ന ഒരാൾ പോലും 10 രൂപയ്ക്ക് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും ജപ്തി നേരിടുന്ന സാഹചര്യം വരരുത്. സാമ്പത്തിക നഷ്ടത്തിൽ ചെന്ന് പെടരുത്. ഒരു ചതിയിലും ചെന്ന് പെടരുത്. ഒരു തന്ത്രവും മന്ത്രവും അവരെ ഏൽക്കാൻ പാടില്ല. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തികളെ പോലും തന്ത്രമോ മന്ത്രമോ തോൽപ്പിക്കാൻ പാടില്ല. അവർ ഇന്നു മുതൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ എഴുതി സമർപ്പിച്ച നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. കർത്താവേ, വചനം കേൾക്കുന്ന വ്യക്തികൾ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്ന് കേൾക്കാൻ ഇടയാകണം. കർത്താവേ, വചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും മദ്യത്തിലോ ലഹരിക്കോ അടിമപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് പോലും വീടില്ലാത്തൊരു സാഹചര്യം വരരുത്. നല്ല വീടിനെ കൊടുക്കണമേ. നല്ല സാമ്പത്തിക അനുഗ്രഹം കൊടുക്കണമേ. നല്ല സാഹചര്യങ്ങൾ കൊടുക്കണമേ. സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങൾ കൊടുക്കണമേ. ദൈവമേ, അവർക്ക് വിശ്വാസത്തിൽ വർധനവുണ്ടാകണമേ. അവരുടെ മക്കൾ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരുന്നത് അറിയാൻ ഇടയാകണമേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഒരു കുഞ്ഞു പോലും ഒരു ചതിയിലും ചെന്ന് പെടരുത്. ഒരു ചതിയിലും ചെന്ന് പെടരുത്. ഒരാൾ പോലും ഇവരെ ചതിക്കാൻ ഇടയാകരുത്. ഇവരുടെ സമ്പത്തോ ജീവിതമോ ഒരിക്കലും ചതിക്കാൻ ഇടയാകരുത്. ഒന്ന് കരങ്ങളെ ഉയർത്താമോ? നീ തകർന്നിടുവാൻ നോക്കി നിന്നവരെല്ലാം കാണും നിന്റെ മുമ്പിൽ ദൈവം തുറക്കുന്ന വിശാലവാതിൽ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴല്ലോ ദൈവം എന്റെ ജീവിതത്തിന് ചുറ്റും ഉയർത്തുന്ന ഒരു സുശക്തമായ കോട്ടയുണ്ട്. സുശക്തമായ കോട്ടയുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ഉയർത്തുന്ന ഒരു സംരക്ഷണത്തിന്റെ ഭിത്തിയുണ്ട്. ആ കരങ്ങളെ ഉയർത്തി, ശബ്ദത്തെ ഉയർത്തി ഒന്ന് സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ
നാമത്തിൽ നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നമ്മുടെ പറയാമോ? നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിരുന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിരുന്നും എന്ന് പറഞ്ഞ് ആമേൻ 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 ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. ധാരാളം ആളുകളുണ്ട്, നിലത്തിരിക്കുന്നവരുണ്ട്, താഴെ ഒരുപാട് പേരുണ്ട്, സൈഡിൽ ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്നവരുണ്ട്, ടി വിയിലൂടെ കാണുന്നവരുണ്ട്, ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ട ബെന്നി അച്ഛനുണ്ട്, അച്ഛനെയും നിങ്ങളെ ഓരോരുത്തരെയും അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളവരെയും എല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകളൊക്കെയും ദൈവാനുഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ലോകത്തുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ നിയോഗം ഉള്ള ഒരാൾ, ആ വ്യക്തികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ദൈവഹിതമുണ്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെന്നോടൊരാൾ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയാണ്, കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്നൊരു കുഞ്ഞു പോലും ആത്മഹത്യ ചെയ്തുവെന്ന് കേൾക്കാനിടയാകരുത്. ഒരാൾ പോലും ജീവിതം മടുത്ത് വിഷം കഴിച്ചു ഹോസ്പിറ്റലിലാണ്, ഇനി ജീവിതം ഉണ്ടാവുമോ എന്നറിയത്തില്ല, കേൾക്കാനിടയാകരുത്. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ആ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയണം. ആമേൻ. അത് ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചാൽ അത് അതേപോലെ സംഭവിക്കുന്ന. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലീസ് പിടിച്ചു, ഭയങ്കര പ്രശ്നമാണ് എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല അനുഗ്രഹത്തിൽ ഒരു നിലയിലെത്തുന്നു എന്ന് കേൾക്കാൻ ഇടയാകണം. ആമേൻ. ദൈവവചനം കേൾക്കുന്ന ഒരാൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് 4 പേര് നമ്മളെ നോക്കി കളിയാക്കാൻ ഇടയാകരുത്. നീ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ശരിയായില്ലല്ലോ, നീ ഇങ്ങനെ നടന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് ഒരാൾ പോലും നമ്മളെ നോക്കി ചോദിക്കാൻ ഇടയാകാത്ത വിധം എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ആമേൻ. ഒരാൾ പോലും നമ്മളെ നീ പാടാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒരു ഗുണമില്ലല്ലോ എന്ന് നമ്മളെ നോക്കി കളിയാക്കാൻ, നമ്മുടെ വീടിനെയോ നമ്മുടെ മക്കളെയോ നമ്മുടെ ജീവിതത്തെയോ നോക്കി ഒരാൾ പോലും ഇങ്ങനെ പരിഹസിച്ച് പറയാൻ പാടില്ല. അതേപോലെ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ആമേൻ. അത്രയും വില കൊടുത്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ചുമ്മാ പറയുന്നൊരു പ്രാർത്ഥനയല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ വീട്ടിൽ അനുഗ്രഹമുള്ളൊരു വിവാഹം നടക്കണം. ആമേൻ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ, ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അനുഗ്രഹമുള്ള തലമുറയെ ദൈവം കൊടുക്കണം. ഹല്ലേലൂയ. എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു വഴി തുറന്നു കൊടുക്കണം. ആ വിധത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഇന്നു മുതൽ പ്രാർത്ഥിക്കുന്നത്. ആ വിധത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കണം ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ഒരു നിമിഷം ഇതൊന്ന് പ്രാർത്ഥിച്ച്, ഈ വചനം കേൾക്കുന്ന ഈ ആയിരക്കണക്കിന് ആളുകളല്ല,
ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. ഒരാൾ പോലും നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ശരിയായില്ലെന്ന് പറയാൻ ഇടയാകരുത്. കാരണം മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് പറ്റും. മരുഭൂമിയിൽ എന്തിനാണ് മേശ? മരുഭൂമിയിൽ ആരും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ദൈവം പറയുന്നു, മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് പറ്റും. നീ കൊതിച്ചത് നിനക്ക് കിട്ടും. നീ കൊതിച്ചത്, ബൈബിൾ വചനമാണ് പ്രസംഗിക്കാൻ പോവാ. നീ കൊതിച്ചത് നിനക്ക് തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നീ സങ്കീർത്തന പുസ്തകം അതിനകത്ത് വചനമുണ്ട്, നീ കൊതിച്ചത് നിനക്ക് കിട്ടും. നീ കൊതിച്ചത് എന്നതാ? ഒരു നല്ല ജീവിതമാണോ കുഞ്ഞെ നീ കൊതിച്ചത്? നല്ലൊരു ഭാവിയാണോ നീ കൊതിച്ചത്? നല്ലൊരു വീടാണോ നീ കൊതിച്ചത്? നല്ലൊരു തലമുറയാണോ നീ കൊതിച്ചത്? നല്ലൊരു ജീവിത പങ്കാളിയാണോ നീ കൊതിച്ചത്? നീ കൊതിച്ചത്, ആഗ്രഹിച്ചതല്ല. അതിനേക്കാൾ മേലെ ഈ വാക്ക്, നീ കൊതിച്ചത്, അതിയായി ആഗ്രഹിച്ചത്. ചില ആളുകൾ അതിയായി ആഗ്രഹിക്കുന്നു ഒരു നല്ലൊരു പ്രാർത്ഥനാ ജീവിതം, ചിലർ നല്ല ശുശ്രൂഷ, നല്ല ബന്ധം, ചിലർ കൊതിച്ചത് നിനക്ക് കിട്ടും. നീ കൊതിച്ചത് ദൈവം നിന്റെ കയ്യിൽ തരും. നാളെ 10 മണിക്കാണോ തരുന്നതെന്ന് എനിക്ക് സമയം പറയാൻ അറിയില്ല. നീ കൊതിച്ച് പല കാര്യങ്ങളും കൊതിച്ചാ ഇവിടെ വന്നത്. ചില പ്രാർത്ഥനയായിട്ടാ വന്നത്. നീ കൊതിച്ചത് നിന്റെ കയ്യിൽ ദൈവം തരും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ. ഒന്ന് പറഞ്ഞേ, നീ ഞാൻ കൊതിച്ചത്, ആഗ്രഹിച്ചത് ദൈവം എനിക്ക് തരും. ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ആ വചനം ഇതാദ്യം പറയാൻ ഉദ്ദേശിച്ചല്ല വന്നത്, എന്നാൽ ഈ വചനം ഇപ്പൊ മനസ്സിൽ വന്നു അത് പറയണമെന്ന്. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം തൊട്ട് പറയുവാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് നാളുകളിൽ ഇത് പ്രയോജനപ്പെടുന്നൊരു വാക്യമാണ്. ജനം പറയുവാണ്, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ചോദ്യചിഹ്നമാ, ഒരു ചോദ്യമാ. മരുഭൂമിയിൽ മേശ വീട് വെക്കാനല്ല, വീടുണ്ടായിട്ടല്ലേ മേശ. ആദ്യം വീടല്ലേ വേണ്ടത്, പിന്നല്ലേ മേശ. ബൈബിളിൽ വചനം പറയുവാ, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ. എന്താ മേശ? ഇതൊരു മേശയാണ്. നമ്മുടെ വീടുകളിൽ മേശയുണ്ട്. ഭക്ഷണം എടുത്തു വെക്കുന്ന സ്ഥലമാണ്, നല്ല വിഭവങ്ങൾ എടുത്തു വെക്കുന്ന സ്ഥലമാണ്. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഒരു ചോദ്യചിഹ്നമാണ്. എന്നെ ഈ വിധത്തിൽ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമോ? എൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ ദൈവത്തിന് കഴിയുമോ? ഈ വ്യക്തി മാനസാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമോ? ബൈബിൾ വചനം അസന്നിഗ്ധമായി പറയുന്നൊരു വാക്കുണ്ട്, മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് പറ്റും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് അവർ ചോദിക്കുവാണ്, 20-ാമത്തെ വാക്യം, അവിടുന്ന് പാറയിൽ അടിച്ചു. അല്ല, അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടുത്തേക്ക് കഴിയുമോ? 2 ചോദ്യമാ. കഴിയുമോ? ജനത്തിന് അപ്പവും ഇറച്ചിക്കറിയും കൊടുക്കാൻ ദൈവത്തിന് കഴിയുമോ? മാംസം കൊടുക്കാൻ അല്ലെങ്കിൽ മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എഴുതിയിട്ടൊരു നിയോഗം, ഇത് സാധിക്കുമോ? ദൈവം ഇത് സാധിച്ചു തരുമോ? ഒരു സംശയമുള്ളൊരു ചോദ്യം കിടപ്പുണ്ട്. ഇനി ദൈവം തെളിയിച്ചു, സാധിച്ചു തരുമോ ഇല്ലയോ? 24-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, എങ്കിലും അവിടുന്ന് സംശയിച്ചെങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു. ആകാശത്തോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു എന്നറിയാമോ? വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, കഴിയുമോ? ദൈവത്തിന് മേശ ഒരുക്കാൻ കഴിയുമോ? ഇത്രയും ജനത്തിന് അപ്പവും മാംസവും കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ സംശയിച്ച നിന്നയിലും അവർക്ക് മുമ്പിൽ ആകാശത്തിന്റെ വാതിലുകളെ ദൈവം തുറന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചില കാര്യങ്ങളെ ഓർത്ത് ചിന്തിക്കുന്നു, ഈ രോഗം സൗഖ്യമാകുമോ? ഈ വീട് പണി പൂർത്തിയാകുമോ? ഈ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടുമോ? ഇനി എങ്ങനെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവവചനം ചില പറയുന്നു, വാതിലുകളെ തുറന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, വാനിടത്തിന്റെ വാതിൽ തുറന്ന് അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു. സ്വർഗീയ ധാന്യം അവർക്ക് നൽകി കൊടുത്തു.
അവർ പറഞ്ഞു തന്നെ, ഇത് ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ, ദൈവത്തിന് മേശ ഒരുക്കാൻ കഴിയുമോ? ദൈവം തെളിയിച്ചു. ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് അവർ സംതൃപ്തമാകത്തക്ക വിധം. അതാണ് അടുത്ത വാക്യം വായിച്ച് 25-ാമത്തെ വാക്യം. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി കൊടുത്തു. ആമേൻ. സംശയിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വന്നത് സമൃദ്ധിയായ അനുഗ്രഹമാണ്. അവർക്ക് അപ്പം 1 or 2 വെച്ച് കൊടുത്തു എന്നല്ല, സമൃദ്ധിയായി കൊടുത്തു. ആ വാക്കൊന്ന് വിശ്വസിച്ച്, സമൃദ്ധി. എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ്, എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ ഇച്ചിരി അനുഗ്രഹിക്കുന്ന ദൈവമല്ല, അല്പം അനുഗ്രഹിക്കുന്ന ദൈവമല്ല, സമൃദ്ധിയായി. ആ വാക്കിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ വാക്കൊന്ന് നിങ്ങൾ പറഞ്ഞ്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇവര് ഈ ജനം പറഞ്ഞു, ഇനി ശരിയാകുമെന്നറിയില്ല, മരുഭൂമിയിൽ എങ്ങനെയാ മേശ ഒരുക്കാൻ ദൈവത്തിന് പറ്റുമോ? ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ, എനിക്കതിനുള്ള കഴിവുണ്ടോ? പക്ഷെ ദൈവം തെളിയിച്ചിട്ടുണ്ട്, ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കഴിയും. എഴുതിയിരിക്കുകയാണ്, ആകാശത്തിന്റെ വാതിലിനെ തുറന്ന് അവർക്ക് സമൃദ്ധമായി അത് കൊടുത്തു. 26-ാമത്തെ വാക്യം. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. ഒരു കാറ്റിനെ തുറന്നുവിട്ട് അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും കൊണ്ടുവന്നു. ആമേൻ. അവര് വിചാരിച്ചു ഒന്നും നടക്കത്തില്ല. എന്തേരാ വന്നെന്നറിയാമോ? പൊടി പോലെ, കടൽ തീരത്തെ മണല് പോലെയും പൊടി എണ്ണാൻ പറ്റുമോ? അതിലധികമാ ദൈവം അവരെ സമൃദ്ധിയായി എന്നുള്ള വാക്കിൽ മാത്രമല്ല, അത് യാഥാർത്ഥ്യത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. അത്രയും അളവിൽ അനുഗ്രഹിച്ചു എന്ന് കാണിക്കാനാ പൊടിയെയും മണലിലെയും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതൊക്കെ ദൈവം മാറ്റാൻ ദൈവത്തിന് സാധ്യമോ? ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വല്ല ഗുണമുണ്ടോ? ഇങ്ങനെയൊക്കെ പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? നാളുകളിൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി, ഒരു കരം ഉയർത്തി, ശബ്ദം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, അനുഗ്രഹിച്ചു. അടുത്ത വാക്യമാണ് 28-ാമത്തെ വാക്യം. അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു. അവർ താമസിക്കുന്ന വീടിന്റെ ചുറ്റും അവ വന്നു കിടന്നു. ആമേൻ. അവർ ചോദിച്ചത് മേശ ഒരുക്കാൻ ദൈവത്തിന് പറ്റുമോന്ന്. അവരുടെ പെരയ്ക്ക് ചുറ്റും അനുഗ്രഹം വന്ന് കിടന്നു. അവർ 29-ാമത്തെ വാക്യമാണ്. അവർ ഭക്ഷിച്ച് സംതൃപ്തരായി. അടുത്ത ഭാഗം വായിച്ചേ. അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി. അവിടെ നിൽക്കട്ടെ. അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും അപ്പച്ചന്മാരും യുവാവ് യുവതി പല പ്രായത്തിലുള്ളവർ, നിങ്ങൾ മനസ്സുകൊണ്ട് കൊതിക്കുന്നൊരു വീടുണ്ട്, കൊതിക്കുന്നൊരു ജീവിതമുണ്ട്, കൊതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര കൊതിയോടെ ചില ആളുകൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചില വീട് കാണുമ്പോൾ കൊതിയോടെ നോക്കും. ഓ, എന്തു നല്ല വീടാണ്, അതേപോലെ ഒരു പകുതിയുള്ളൊരു വീടുണ്ടായിരുന്നു. ചില കല്യാണത്തിന് പോകുമ്പോൾ അവർ പറയും, എൻ്റെ മകൻ്റെ കല്യാണം എന്നാ ദൈവമേ എൻ്റെ വീട്ടുമുറ്റത്ത് ഇതുപോലൊരു പന്തലൊക്കെ ഇട്ട് നടത്തുക. ചില ആളുകൾ പ്രാർത്ഥിക്കും, ഇതുപോലൊരു കുഞ്ഞിനെ എനിക്കെന്നാ കയ്യിലെടുക്കാൻ പറ്റുക. ഇതുപോലെ അവരൊക്കെ എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങ് അയർലൻഡിലാണ്, ഞങ്ങളങ്ങ് അമേരിക്കയിലാണ്, ഞങ്ങൾ അടുത്ത 30-ാം തീയതി പോവുക. അപ്പം മനസ്സുകൊണ്ട് കൊതിക്കുക, ഓ അതുപോലെ ഒന്ന് പോകാൻ, ഒരു രാജ്യത്ത് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ. ബൈബിൾ വചനം പറയുവാണ്, നീ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. എന്താ കൊതിച്ചെന്ന് അവരവരുടെ മനസ്സിലുണ്ടാ കൊതി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കൊതികൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും. അതുപോലെ ഒരു നല്ല ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. നല്ല ഭക്ഷണം, അതേപോലത്തെ ഒരു ഭക്ഷണം എനിക്ക് ഭക്ഷിക്കാൻ കൊതിയോടെ ഭക്ഷണത്തെ നോക്കുന്നവരുണ്ട്. വാഹനം കാണുമ്പോൾ, എവിടെയെങ്കിലും നിർത്തിയിട്ടിരുന്ന വാഹനം കാണുമ്പോൾ അത് ചുറ്റും നടക്കുന്നവരുണ്ട്. അല്ലെ, അപ്പുറത്ത് മാറി നിന്ന് നോക്കും, ഈ വണ്ടി ആരുടെയാ? ഇതേപോലത്തെ ഒരു വാഹനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ,
ഇതേപോലത്തെ ഒരു വാഹനം എനിക്കുണ്ടായിരുന്നു, എനിക്കിത് ഓടിക്കാൻ പറ്റുമോ? എനിക്ക് ഇതേപോലത്തെ ഒരു വീട് പണിയാൻ പറ്റുമോ? അയ്യോ, ഇവരുടെ വീട്ടിൽ എന്ത് ഭംഗിയുള്ളൊരു ടോയ്ലറ്റാണ്, ഇതുപോലത്തെ ഒരു ഭംഗിയുള്ള ഒരു ടോയ്ലറ്റ് എൻ്റെ വീട്ടിൽ മതിയായിരുന്നു. ആരെങ്കിലും വരുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൊള്ളാവുന്നൊരു ടോയ്ലറ്റ് പോലും ഇല്ലല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം അവരൊക്കെ നടത്തിയ പോലെ നടത്തിയായിരുന്നെങ്കിൽ, ഇതുപോലൊക്കെ ഒന്ന് പഠിപ്പിച്ചായിരുന്നെങ്കിൽ. ചില ആൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഈ രാജ്യത്തൊന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ, എനിക്കിതുപോലൊരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾ ആഗ്രഹിക്കും, എനിക്ക് ആ മനുഷ്യനെ പോലെ കുറച്ചൊക്കെ പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് ആ വ്യക്തിയെ പോലെ ശുശ്രൂഷ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളെ ഓർക്കുമ്പോൾ ഇതേ ഫീൽഡിൽ നിൽക്കുന്നവർ ആ മനുഷ്യനെ പോലെയൊക്കെ ഒന്ന് ഓർഗണൊക്കെ ഒന്ന് വായിച്ച് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ബൈബിൾ വചനം പറയുക, ഒന്ന് വായിച്ചേ. നീ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി. നാട്ടുകാർ തരുമെന്നല്ല, ദൈവം നിനക്ക് തരും. ആമേൻ. നീ കൊതിച്ചത്. അപ്പൊ കൊതിക്ക് പോലും കൊതിയോടെ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വിലയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളും ചില കൊതികൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കാതെ എങ്ങനെയാ താള് മറിക്കുക? ഇത് കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് മറന്നു പോവില്ലേ? ചിലപ്പോൾ നിങ്ങൾ വേഗത്തിൽ മറന്നു പോകും. ആദ്യം എന്താ പ്രസംഗിച്ചെന്ന് മറന്നു പോകും. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. പാടുന്നവനൊരു കൊതിയുണ്ട്, വചനം വായിക്കുന്നവനൊരു കൊതിയുണ്ട്, പ്രസംഗിക്കുന്നവനൊരു കൊതിയുണ്ട്, കേൾക്കുന്നവർക്കൊരു കൊതിയുണ്ട്. ദൈവമേ, ഇതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ, ഇതുപോലെ നടന്നിരുന്നെങ്കിൽ, ഇതുപോലൊരു കട്ടിൽ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു ഊൺമേശ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു ഭംഗിയുള്ളൊരു വീടും മുറിയും സാഹചര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലൊരു പറമ്പ് എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലൊരു ജോലി എനിക്കുണ്ടായിരുന്നെങ്കിൽ, അവരെ പോലെ ഒരു കുടുംബജീവിതം എനിക്കുണ്ടായിരുന്നെങ്കിൽ, അവരെ മക്കളെ പോലെ ഒരു മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. നീ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരുന്ന ദിവസമാണ്. കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. നമ്മൾ വിചാരിച്ച് പലരും പറഞ്ഞു, നിന്റെ ആഗ്രഹമൊന്നും നടക്കത്തില്ലടാ, ഇതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ. അത് മനുഷ്യന്റെ വാക്കാണ്. നിന്റെ ആഗ്രഹം വെള്ളത്തിൽ വരച്ച വര പോലെയാ, വായുവിൽ വരച്ച വര പോലെയാണ്. അത് മനുഷ്യന്റെ വാക്കാണെങ്കിൽ ദൈവത്തിന്റെ വാക്കാണ്. നീ കൊതിച്ചത് വെള്ളത്തിൽ വരച്ച വരയല്ല, നീ കൊതിച്ചത് വായുവിൽ വരച്ച വരയല്ല, നീ കൊതിച്ചത് ദൈവം നിനക്ക് തരും. ഇവിടെ ഇരിക്കുന്ന ചിലർ നല്ലൊരു ജീവിതത്തെ കൊതിച്ചവരുണ്ട്, നല്ലൊരു ജീവിതത്തെ കൊതിച്ചവരുണ്ട്, നല്ലൊരു കുടുംബ ജീവിതം കൊതിക്കുന്നവരുണ്ട്, നല്ലൊരു ജോലി കൊതിക്കുന്നവരുണ്ട്, നല്ലൊരു വിവാഹ ജീവിതം കൊതിക്കുന്നവരുണ്ട്, നല്ലൊരു തലമുറയെ കൊതിക്കുന്നവരുണ്ട്, നല്ലൊരു ശുശ്രൂഷ കൊതിക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ട്. എൻ്റെ മക്കളൊന്ന് ദൈവാനുഗ്രഹത്തിൽ വളർന്നു വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ട്. ഈ രോഗമൊന്ന് സൗഖ്യമായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ട്. നീ കൊതിച്ചതിനെ ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് ദൈവവചനം പറയുന്നു, അത് നിന്റെ പെരയ്ക്ക് ചുറ്റും, അത് കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് അതിന്റെ ചുറ്റും കൊണ്ടുവന്ന് ഇരുത്തിയതുപോലെ അല്ല. കുറച്ചു മുമ്പ് അവർ പറഞ്ഞു, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ എന്ന് സംശയിച്ചവരുടെ മുമ്പിൽ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി വന്നു ചേർന്നില്ലേ? നീ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. നീ കൊതിച്ചതിനെ, നിന്റെ കുഞ്ഞുങ്ങൾ കൊതിക്കുന്നതിനെ ദൈവം നിനക്ക് തരും. ഈ IELTS എക്സാം പാസ്സാകുമോ? ഈ ജർമ്മൻ ഭാഷ പഠിക്കാൻ പറ്റുമോ? ഇതിലേക്ക് മുന്നോട്ട് നീ കൊതിച്ചത് നിന്റെ കയ്യിൽ വരും. ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് നീ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. നിന്റെ കടബാധ്യത മാറുമെന്നാണോ നീ കൊതിച്ചത്? അതൊന്ന് മാറി, ഈ ഭാരം ഒന്ന് മാറിയായിരുന്നെങ്കിൽ, ആ പലിശക്കെടുത്ത കടമൊന്ന് കൊടുത്തു വീട്ടിയായിരുന്നെങ്കിൽ, നീ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദത്തെ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ കൊതിക്കുന്നത്, നീ ആഗ്രഹിച്ചത്, ആഗ്രഹിച്ചത് നിനക്ക് തരും. നീ കൊതിച്ചത് നിനക്ക് തരും. കൊതിച്ചത് നിനക്ക് തരും. കൊതിച്ചത് നിന്റെ കയ്യിൽ വരും. അത് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല, അത് വായുവിൽ വരച്ച വര പോലെയല്ല, അത് യാഥാർത്ഥ്യമാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ശങ്ങളറിഞ്ഞ് അർത്ഥമറിഞ്ഞ് പാടാമോ? ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് പറഞ്ഞ് എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പാടുന്നത് സംഭവിക്കട്ടെ. ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാ സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു
എത്ര നല്ലവൻ. ഒന്ന് പറഞ്ഞേ, ആകാശത്തിൽ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്ന് എല്ലാ സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ എന്ന് പറഞ്ഞ് ആമേൻ. ആമേൻ. ഈ വാക്ക് മറക്കും. ഇന്ന് വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേട്ടൊരു വാക്കാണ്, നീ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. ആമേൻ. ഓരോരുത്തരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കൊതിയുണ്ട്, ഒരു നല്ല ആഗ്രഹത്തിൻ്റെ പേരാ ആ കൊതി. അതേ നിന്നോണ്ടാ പ്രാർത്ഥിക്കുക, ദൈവമേ എന്ന് വിളിക്കുന്നത്. ആ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് മുമ്പ്, ഇന്നലെ ഞാൻ ആ വാക്ക് പറഞ്ഞു, പക്ഷെ പ്രസംഗിച്ചില്ല. ആ ആശയങ്ങൾ പറഞ്ഞില്ല. ഒരു പോയിന്റ് പറഞ്ഞു. ഇങ്ങനെയാണ് ഞാനത് പറഞ്ഞത്. എന്നെ ദൈവം സ്നേഹിക്കുന്നതും എന്നെ ദൈവം അനുഗ്രഹിക്കുന്നതും കണ്ട് നാളുകളിൽ ചിലർ എന്നെ ബഹുമാനിക്കാനിടവരും. നിങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങളെ നാളെ ദൈവം അനുഗ്രഹിക്കുന്നതും ദൈവം നിങ്ങളെ കരുതുന്നതും ദൈവം നിങ്ങളെ സഹായിക്കുന്നതും ഒക്കെ വേറെ ആൾക്കാർ കണ്ടിട്ട് അവർ നിങ്ങളെ വെറുതെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങും. എന്നിട്ട് അവർ പറയും, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് നമ്മളോട് പറയും. അപ്പം നമ്മൾ വീട്ടിൽ പറയും, എന്തിനാ ദൈവം എന്നോടവർ പ്രാർത്ഥന ചോദിച്ചത്? നിങ്ങളോടവർ പ്രാർത്ഥന ചോദിച്ചതൊന്നും കാണാതെയല്ല. അപ്പുറത്തെ വീട്ടുകാരും അപ്പുറത്തുള്ളവരും കല്യാണത്തിന് പോയപ്പോൾ കണ്ടവരും അവരൊക്കെ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ദൈവം ഏതൊക്കെയോ വിധത്തിൽ ഇങ്ങനെ പരിപാലിച്ചോണ്ടായിരിക്കുന്നതെന്ന്. ആമേൻ. ഇത് കാണുന്നവർക്ക് നമ്മളോട് ദേഷ്യവും അസൂയയും കുറച്ച് പേർക്കൊക്കെ തോന്നും. ഭൂരിപക്ഷം ആൾക്കാർക്ക് നമ്മളോട് നമ്മുടെ കയ്യെ മുറുക്ക പിടിച്ചിട്ട് അവർ ചോദിക്കും, പ്രാർത്ഥിക്കണം കേട്ടോ. ചിലർ ഇന്ന് വരെ വലിയ സ്നേഹമൊന്നും തോന്നാത്ത ആൾക്കാർ, നമ്മളെ എതിർത്തവർ വരെ ഇന്ന് ഭയങ്കര സ്നേഹം. വഴി കണ്ടപ്പോൾ ഭയങ്കര സ്നേഹം, ആ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര വർത്താനമാണ്. നമുക്ക് തന്നെ അത്ഭുതം. പണ്ട് ഇവർ ഭയങ്കര ദേഷ്യമായിരുന്നു, ഇപ്പം ഭയങ്കര സ്നേഹമാണ്. എന്നാ പറ്റിയാവോ? നിങ്ങളെ നാളുകളിൽ അനുഗ്രഹിക്കുന്നത്, ദൈവം അനുഗ്രഹിക്കുന്നത് വേറെ ചിലർ കൂടി ഇങ്ങനെ കാണും. എന്നിട്ട് നിങ്ങളോട്, നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ ജീവിതത്തോട് അവർക്കൊരു ബഹുമാനം, ഒരു സ്നേഹം തോന്നത്തക്ക വിധം ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുമോ? ബൈബിളിലൂടെ തെളിയിക്കാം. അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം അതിന് തെളിവാണ്. അപ്പസ്തോല പ്രവർത്തനം 28-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ? നിങ്ങളുടെ പിള്ളേരൊക്കെ ചിലപ്പോൾ ഈ രാജ്യത്ത് കാണും. മാൾട്ട ഒരു രാജ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ആ രാജ്യത്ത് പഠിക്കാൻ പോയിട്ടുണ്ടാവും. ആ രാജ്യത്തായിരിക്കും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാൾട്ടായിലാന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ പിള്ളേരിനെ അടുക്കും, അവർ മാൾട്ടായിലാന്ന് പറഞ്ഞവരുണ്ട്. അതേ സ്ഥലം തന്നെയാണ് മാൾട്ടായിൽ. ഇത് പൗലോസ്ലീഹായുടെ അനുഭവമാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ വാക്യം, 28-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുവാണ്. ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ. എപ്പോൾ? അപ്പൊ രക്ഷപ്പെടാത്ത വിധത്തിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പ്രസംഗിക്കാൻ സമയമില്ല. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വാക്ക് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഒരു സാക്ഷ്യം പറയണം. ആമേൻ. ആ വാക്കിൽ തന്നെ അതിന് അർത്ഥമുണ്ട്. ഈ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം, രക്ഷപ്പെട്ട് കഴിഞ്ഞു, അപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അതെന്ന് മനസ്സിലാക്കി. രക്ഷപ്പെട്ട് ചെന്ന് കയറിയത് എവിടെയെന്നറിയാമോ? മാൾട്ടായിലാണ്. ആ സ്ഥലത്ത് ചെന്ന് കയറി. അവിടെയുള്ള ഒരൊറ്റ കുഞ്ഞിനെ പൗലോസിനെ പരിചയമില്ല. അവിടെയുള്ള നാട്ടുകാരെ പരിചയമില്ല. ഐസങ്കട്ടയെ നടക്കുന്ന പോലത്തെ തണുപ്പാണ്. ആ രാജ്യത്ത് തണുപ്പിന്റെ കൂടാരമാണ്. വിറയ്ക്കാൻ തുടങ്ങി. അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു. ചെന്ന് കയറിയപ്പോ കുറച്ച് ആൾക്കാർ വന്നതല്ലേന്നോർത്ത് കാരുണ്യമൊക്കെ കാണിച്ചു. പിന്നെയോ മഴക്കാലം വന്നു ചേർന്നിരുന്നതുകൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. അപ്പൊ അവിടെ വന്നപ്പോ അവര് കരയ്ക്ക് കയറിയപ്പം തീ കൂട്ടിയിട്ട്, ഭയങ്കര തണുപ്പാ, തീ കൂട്ടിയിട്ട്
സ്വാഗതം ചെയ്ത് ഈ തീയുടെ അടുത്തൊക്കെ ഇരുന്നോളാൻ പറഞ്ഞു. ചൂട് കിട്ടും, ഇരുന്നോളാൻ പറഞ്ഞു. സ്വാഗതം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ അവിടെ ഇങ്ങിരിക്കുമ്പം കുറച്ച് അങ്ങോട്ട് മാറി കുറച്ച് വിറക് പെറുക്കാനായിട്ട് പോയി. എഴുതിയിരിക്കുന്നത് ചുള്ളിക്കമ്പ് പെറുക്കാൻ പോയി. ഈ തീക്കകത്തോട്ടിട്ട് കത്തിച്ച് ചൂടുണ്ടാകാൻ വേണ്ടി വിറകെടുക്കാൻ പോയപ്പോൾ ആ വിറകിനിടയിൽ നിന്ന് ഒരു പാമ്പ് പുള്ളിയുടെ കയ്യേലും കടിച്ചു. കടിച്ചത് മാരക വിഷമുള്ള ഒരു പാമ്പാണ്. എഴുതിയിട്ടുണ്ട്, അണലിപ്പാമ്പാണ് കടിച്ചത്. വിഷം കൂടുതലുള്ള, മരണം സംഭവിക്കാൻ സാധ്യതയുള്ള വിഷമുള്ള, ചേരപ്പാമ്പല്ല, അണലിപ്പാമ്പ് പുള്ളിയെ കടിച്ചു. അത് വായിക്കാം. പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് പൗലോസ്ലീഹ കുറെ ചുള്ളിക്കമ്പ് പെറുക്കിയെടുത്ത് തീയിലിട്ടു. അപ്പോ ഒരണലിപ്പാമ്പ് ഈ വിറകിന്റെ ഇടയിൽ ഈ തണുപ്പത്ത് ചൂട് പറ്റിയിരുന്ന ഈ സ്ഥലത്ത് ഈ വിറകിനിടയിൽ ഇരുന്ന പാമ്പ് ചൂടേറ്റ് പുറത്ത് ചാടി അവന്റെ കയ്യിൽ ചുറ്റി. പെട്ടെന്ന് ഈ കയ്യെ കയറി ചുറ്റി. ഇപ്പൊ കയ്യേലാ പാമ്പ്. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരും കാണുവാണ്, ഇവിടെ ആരുടെയും കയ്യെ പാമ്പ് ചുറ്റിയിട്ടില്ല. ഉടനെ ആൾക്കാർ പറഞ്ഞു, ഇവനേതോ ശാപം പിടിച്ചവനാണ്. ജനത്തിന്റെ മൈൻഡ് മാറി. ഇവൻ എന്തോ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ്, എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ ഈ പാമ്പ് കയറി ചുറ്റുവോ? ജനം മുഴുവൻ പറഞ്ഞു, നീ ശപിക്കപ്പെട്ടവൻ, ഇപ്പൊ അവൻ ചാവും, ഇപ്പൊ കുഴഞ്ഞു ചാകും എന്ന് പലരും പറയാൻ തുടങ്ങി. ആമേൻ. പലരും പറയാൻ തുടങ്ങി. അത് വായിച്ചു കേൾക്കാം. പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട്. ഏതു പാമ്പ്? വിഷമുള്ള, ഉഗ്രവിഷമുള്ള പാമ്പ് പൗലോസിന്റെ കയ്യിൽ ചുറ്റിപ്പിണഞ്ഞ് തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു. നാട്ടുകാർ മുഴുവൻ അഭിപ്രായം മാറ്റിയിട്ട് പറഞ്ഞു, ഇവനേതോ കൊലപാതകി, ആരാണ്ടെയോ കൊന്നിട്ട് വന്നിരിക്കുവാണ്, അല്ലെങ്കിൽ ശാപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു. വായിച്ചേ. ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല. ഇവനേതോ ആരാണ്ടെയോ കൊന്നിട്ട് വന്ന് കയറിയിരിക്കുന്നവനാ, ശാപമുള്ളവനാ, ഇവൻ രക്ഷപ്പെടാൻ പാടില്ല. അതല്ല ഈ പാമ്പ് ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് വേറെ ആരെയും ദ്രോഹിച്ചില്ല. കൃത്യം ഇവന്റെ കയ്യെ വിറക് വെറുക്കാൻ പോയി, കൃത്യം അവന്റെ കയ്യെ ചുറ്റി, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അവൻ കടലിൽ ഇതുപോലെ കേട്ടോ മനുഷ്യനിതാ, ഇന്നലെ നല്ലത് പറയുന്നോ നാളെ നമ്മളെ കുറിച്ച് പറയും ഇവരും കൊള്ളത്തില്ലാത്ത ആളാന്നൊക്കെ പറയും. ഇന്നിങ്ങനെ ഉയർത്തി പറയുന്നോ നാളെ പറയും ഇവൻ കൊള്ളത്തില്ലാത്ത ആളാണ്. അത് പൗലോസ്ലീഹയുടെ അനുഭവം നോക്കൂ. ആദ്യം നന്നായി സ്വീകരിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഇവനേതോ കൊലപാതകിയാണ്, ശാപമുള്ളവനാണ്, കൊള്ളാത്തവനാണെന്നൊക്കെ പറഞ്ഞു. പൗലോസ്ലീഹ ഒന്നും പറയാൻ പോയില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. ഇവനെ പാമ്പ് പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവനെ ഇപ്പൊ വെപ്പം വരും. അപ്പൊ ആൾക്കാർ അവിടെ ഇരുന്നവർ പറയുവാണ്, ഇപ്പൊ ഇവൻ വീണ് ചാവും. ഇന്നത്തെ പോലെ ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജോ ഒന്നും ഇല്ല. ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കും. എല്ലാവരും ഇവന്റെ കയ്യിലിരിക്കുന്ന പാമ്പിനെ കണ്ട് ചുറ്റും അങ്ങോട്ട് മാറി. പൗലോസ്ലീഹ ചെയ്തൊരു കാര്യമുണ്ട്. കയ്യിൽ കിടക്കുന്ന പാമ്പിനെ ആ തീക്കകത്തോട്ട് കുടഞ്ഞങ്ങോട്ടിട്ടു. നമ്മളാണ് അലറും കാറും ഒച്ചവെക്കും. പൗലോസ്ലീഹ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നവൻ, അവനെ കേറി ചുറ്റിയത് ഏതു പാമ്പാകട്ടെ, പ്രശ്നമാകട്ടെ, ഇനി ശത്രുക്കളാകട്ടെ, മന്ത്രമാകട്ടെ, തന്ത്രമാകട്ടെ, പാരയാകട്ടെ, അസൂയാകട്ടെ, അവൻ അതിനെ കുടഞ്ഞു കളയാനുള്ള ശക്തി അവനുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്? ഏതു പ്രശ്നത്തെയും പ്രതിസന്ധിയെയും കുടഞ്ഞു കളയാനുള്ള ദൈവീക ശക്തി നിങ്ങൾക്ക് ദൈവം തരും. ഈ പ്രാർത്ഥന വെറുതെ അല്ല, ഈ പ്രാർത്ഥന നിസ്സാരമല്ല. നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ ശക്തി അസാധാരണമായ വിധത്തിൽ നിങ്ങളിൽ വന്നു ചേരും. പറഞ്ഞു തീർന്നിട്ടില്ല. ഈ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് വരികയാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. കയ്യിലിരിക്കുന്ന ഒരു പാമ്പെങ്ങാനും കയ്യെ കയറി ചുറ്റിയ നമ്മൾ ആകപ്പാടെ വെപ്രാളപ്പെടും, ദേഷ്യപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഭയങ്കര ഞെട്ടലുണ്ടാകും. പൗലോസ്ലീഹ അതിനെ കുടഞ്ഞങ്ങോട്ടിട്ടു. നിങ്ങൾക്കും എനിക്കും ഈ ശക്തി വേണം. എന്തു പ്രശ്നം, നാളെ ഒരു സമയത്ത് വലിയ പ്രശ്നം കയറി ചുറ്റും. ഏതെല്ലാം പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ എങ്ങനെ ചുറ്റിക്കാന്നാ. രാവും പകലും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് ഇവനെ എങ്ങനെ ചുറ്റിക്കാന്നാ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കും. എത്ര വലിയവൻ കയറി ചുറ്റിയാൻ നോക്കിയാലും തകർക്കാൻ നോക്കിയാലും
അതിനെ കുടഞ്ഞു കളയാനുള്ള ഒരു അസാധാരണ ശക്തിയാണ് കുഞ്ഞെ ദൈവത്തിൽ നിൽക്കുന്നവന് ദൈവം കൊടുക്കുന്നത്. കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയിലല്ല കുടഞ്ഞെറിഞ്ഞത്, അത് ദൈവം കൊടുത്ത ശക്തിയാണ്. ഈ ശക്തി വേണം നിങ്ങൾക്കൊരു കുടുംബജീവിതം നയിക്കാൻ. ഈ ശക്തി വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ. ഈ ശക്തി നിങ്ങൾക്ക് വേണം ഒരു ദൈവ ശുശ്രൂഷ ചെയ്യാൻ. എല്ലാം സുഗമമാകണോ നിർബന്ധമില്ല. വന്ന നാട്ടുകാരെ മുഴുവൻ പറയുക, ചുമ്മാ അടിക്കുക, കാര്യകാരണം നോക്കാതെ ചുമ്മാ പിടിപ്പിച്ചേക്കുക. വായിക്കുന്ന ലാക്കിന് ലൈസൻസ് ഇല്ലാതെ പറയുക ഇവൻ കൊലപാതകിയാന്ന്. ഇവര് കണ്ടിട്ടുണ്ടോ? പൗലോസ്ലീഹ കൊലപാതകിയാണെന്ന് ഇവർക്കറിയായിരുന്നോ? ഒന്നും അറിയില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞങ്ങ് പിടിപ്പിച്ചേക്കുവാണ്. ഇന്നും അങ്ങനെയാ. കേൾക്കുന്നതല്ല പറയുന്നത്, മനസ്സിലാക്കുന്നതല്ല പറഞ്ഞ് പിടിപ്പിക്കുന്നത്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമാണ് മനുഷ്യൻ നമ്മളെക്കുറിച്ച് പറഞ്ഞ് എഴുതി പിടിപ്പിക്കുന്നത്. അയാൾ അങ്ങനെ, ആ വീട്ടുകാരങ്ങനെ. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഒരാൾ എന്നോട് പറഞ്ഞു പുള്ളിക്ക് കള്ളക്കടത്താണെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ അവര് പറയുന്നത് കേട്ടെന്ന്? കാണാത്ത കാര്യം പറയല്ലേ, നേരിട്ട് കണ്ട കാര്യം പറയേണ്ടതാണെ പറഞ്ഞാൽ മതി. അയാൾ പറഞ്ഞതല്ല സത്യമാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? പൗലോസ്ലീഹയെ കുറിച്ച് ഇവൻ കൊലപാതകിയാണ്, ഇവൻ ആരെയോ കൊന്നിട്ട് വന്നതാന്നാ, ഇവനേതോ ശപിക്കപ്പെട്ടവനാന്നാ മാൾട്ടയിലെ ആൾക്കാർ പറയുന്നു. ഒരാൾ വായിച്ചിട്ട് പറഞ്ഞു മാൾട്ടയിലാണെ മലയാളികളുടെ സ്വഭാവമാണല്ലോ. ഇത് മാൾട്ടയിലാണേലും മലയാളികൾ അതേ സ്വഭാവം. ഒന്നും അറിഞ്ഞില്ല, ചുമ്മാ അങ്ങ് പിടിപ്പിക്കുക. അറിയാത്ത കാര്യം പറയാൻ നിൽക്കരുത്, നേരിട്ട് കണ്ട കാര്യം പറയേണ്ടതാണെ പറയുക. ഇപ്പോ എന്ത് കാര്യമാകട്ടെ, പൗലോസ് അതിനെ കുടഞ്ഞ് തീക്കാത്തോട്ട് കൊന്നുകളഞ്ഞതിനെ. ഇനി അടുത്ത ഭാഗം വായിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു. ഇന്നും വിചാരിക്കുന്നുണ്ട്, ഇതിങ്ങനെ പലരും വിചാരിക്കുന്നുണ്ട്. ഞാനൊരു കുഞ്ഞ കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോയതാ, കുഞ്ഞ കാര്യത്തിന്. അപ്പോൾ ഒരാളെന്നെ വിളിച്ചു, അച്ഛനെന്തോ വലിയ രോഗം വന്ന ആശുപത്രിയിലാന്ന് കേട്ടല്ലോ എന്ന്. അത് സങ്കടത്തിലല്ല, സന്തോഷത്തോടെയാ ചോദിച്ചത്. അപ്പോൾ ചിലർക്കൊക്കെ ആഗ്രഹം എന്താണ്? നീ നീര് വന്ന് ചാകണമെന്നാണ്. പുറമെ ആരും പറയത്തില്ല. നോക്കൂ, ആൾക്കാർ നോക്കിയിരിക്കുക. ഇപ്പൊ അവൻ വീഴും, ശരീരം മൊത്തം അണലിയല്ലേ കയറി പിടിച്ചത്, നീര് വക്കും, പെടഞ്ഞ് ചാകും. അന്നേരം വിധി പറഞ്ഞു, ജഡ്ജി ആയി കഴിഞ്ഞു അവിടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു, ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവൻ ജീവിക്കത്തില്ല, ഇവന് നല്ല ഭാവിയില്ല. മനുഷ്യൻ പറയുന്നതല്ല കുഞ്ഞെ നടക്കുന്നത്. ദൈവ പദ്ധതിയുള്ള ഒരെണ്ണം തകർന്നു. ദൈവ പദ്ധതി, ദൈവവചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും നശിച്ചു പോകത്തില്ല. ആൾക്കാരെന്നാ പറഞ്ഞ ആൾക്കാർ നോക്കൂ, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അതേ സ്വഭാവം. ഇവിടുത്തെ അല്ല, മനുഷ്യൻ ഒരു പ്രത്യേക സ്വഭാവം പറയുക. ആൾക്കാർ പറയുക ഇപ്പൊ അവൻ നീര് വരും, പെട്ടെന്ന് വീണ് മരിക്കും, പെട്ടെന്ന് മരിക്കും. ആശുപത്രി കൊണ്ടുപോകണം എന്നല്ല പറഞ്ഞത്, ഇപ്പം മരിക്കും. എന്തോ ഒരു ആഗ്രഹമാ നോക്ക്. ഇപ്പൊ തകരും, ജ്ഞാനകേന്ദ്രമൊക്കെ ഇപ്പൊ പൂട്ടും, അവിടെ ഒന്നും ഇനി ആരും പോകത്തില്ല. അങ്ങനെയൊക്കെ എല്ലാവരും ചിന്തിക്കും. ഇപ്പം നീര് വന്ന് ചാവൂന്നാ ചിന്തിക്കുന്നേ. നീര് വന്നൊന്നും ചാകത്തില്ലെന്നേ. ദൈവത്തിന്റെ പദ്ധതിയിലാണോ നിൽക്കുന്നത്? നീര് വന്ന് ചാകൂന്ന് പറഞ്ഞതല്ല, നീ ലക്ഷ്യസ്ഥാനത്തെത്തൂന്ന് ദൈവം പറഞ്ഞതായിരിക്കും അവിടെ സംഭവിക്കുന്നു. എത്ര ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പിള്ളേരുടെ കല്യാണം നടത്തുന്നത് കാണണം. അവനൊന്നും കൊച്ചിന്റെ കല്യാണം നടത്തിയാലെന്നേ. അവൻ എവിടെ വീട് വെക്കുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവൻ ഈ കടമൊക്കെ അടച്ച് വീട്ടുവോ? അവൻ സ്ഥലം വെക്കുമോ? ഒന്ന് കാണണം. മനുഷ്യൻ പറയുന്ന കേട്ട് ഡിപ്രഷൻ ആകണ്ട. ദൈവം ഹിതവ, ദൈവത്തിന്റെ പദ്ധതിയാണ് കുഞ്ഞെ നിന്നിൽ നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ ആൾക്കാർ പറയുക ഇപ്പം നീര് വരും, കാരണം പുള്ളിയുടെ കയ്യിൽ അണലി കടിച്ചു, ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ പുള്ളിക്ക് നീര് വരും, ഇപ്പൊ പുള്ളി ചാകും, നമുക്കിന്ന് വൈകുന്നേരം അടക്കാം. ഓൾറെഡി അവിടെ ജഡ്ജിമാരായി കഴിഞ്ഞു. ചിലരൊക്കെ നിങ്ങളെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കുടുംബം തകർന്നു പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വഴക്ക് കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ രണ്ടാകൂന്നേ. പണ്ടേ എനിക്കറിയായിരുന്നേ. അത് നിങ്ങളുടെ ആരെങ്കിലും വഴി കേട്ടിട്ട് ഡൗൺ ആകല്ല്. നിന്നെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവമാണ് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന സത്യം മറക്കരുത്. ഒരു കരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് ചെവികളിൽ മുഴങ്ങുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് കേട്ടാലും മതി, അതിനകത്ത് തന്നെ ഒരു അത്ഭുതമുണ്ട്.
ഇനി എന്താ സംഭവിച്ചത് നോക്കണം. ഏറെ നേരം കഴിഞ്ഞിട്ടും, കുറെ നേരം കഴിഞ്ഞിട്ടും പുള്ളി ചാകുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നു ഇപ്പൊ പുള്ളിക്ക് നീര് വരും, ചാകും, അടക്കണം എന്നൊക്കെ ചിന്തിച്ചോണ്ടിരുന്നവർ നോക്കി നിൽക്കുക. ആശുപത്രി കൊണ്ടുപോയെന്ന് എഴുതിയിട്ടില്ല. ഏറെ നേരം കഴിഞ്ഞിട്ട് ആൾക്ക് കുഴപ്പമില്ല. ദൈവത്തിൽ നിൽക്കുന്നവന് എത്ര നാള് കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരില്ല. അവന്റെ മേലൊരു മന്ത്രോ വയ്ക്കില്ല, തന്ത്രോ വയ്ക്കില്ല. കാരണം ദൈവത്തിൽ നിൽക്കുന്നവനാണ്. ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ അഭിപ്രായം മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം വീഴും, നീര് വക്കും, പുള്ളി വീഴും, മരിക്കും, അണലിയാണ്, ഞാൻ കണ്ടോണ്ടിരിക്കുക, അണലി പുള്ളിയെ കടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കാണുക ദൈവം ആ മനുഷ്യനെ പരിപാലിക്കുന്നത്, ദൈവം ആ മനുഷ്യനെ കരുതുന്നത്. ഇത് കണ്ടിട്ട് അവരുടെ അഭിപ്രായം മാറ്റാൻ തുടങ്ങി. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ ഇന്നലെ വലിയ അഭിപ്രായവും വിധിയും പറഞ്ഞവൻ ഒന്നും പറയാതെ അഭിപ്രായത്തെ മാറ്റും. പൗലോസ്ലീഹ പറഞ്ഞില്ല, അയ്യോ എന്നെ അണലി അടിച്ചിട്ടില്ല, ചുറ്റിയതോട് ഒന്നും പറയാൻ പോയില്ല. അവർ വിശ്വസിക്കട്ടെ. പക്ഷെ അവരിങ്ങനെ നോക്കി, ഇതാ എഴുതിയിട്ടുണ്ട്, അവരിങ്ങനെ നോക്കി നിന്നു. നമ്മുടെ അയൽവാസികൾ നമ്മളെ നോക്കും, നമ്മുടെ നാട്ടുകാർ പള്ളിയിൽ പോകുമ്പോൾ കടയിലുള്ളവരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. നമുക്ക് 2 കണ്ണേ ഉള്ളൂ, നാട്ടുകാർക്ക് 20 കണ്ണുണ്ട്, 200 കണ്ണുണ്ട്. അവർ നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, ജീവിതത്തെ ദൈവം പരിപാലിക്കുന്നത് കാണുമ്പോൾ ഈ വിധി പറഞ്ഞവന്റെ അഭിപ്രായം അവിടെ മാറും. ഇന്നിവിടെ പ്രാർത്ഥിച്ചു, നിങ്ങൾ ഏത് ദേശത്തു നിന്ന് വന്നവരാകട്ടെ, ഈ തൊട്ടടുത്തുനിന്നാകാം, അയൽവാസിയാകാം, തൊട്ടടുത്താകാം, ദൂരെ നിന്ന് യാത്ര, നിങ്ങളെക്കുറിച്ച് ചിലരുടെ അഭിപ്രായം കേട്ടിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. എൻ്റെ ഭാര്യ വീട്ടുകാരുടെ അഭിപ്രായം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അഭിപ്രായം, അവരുടെ അഭിപ്രായം അവരഭിപ്രായം മാറ്റും. നീ ദൈവാനുഗ്രഹം ഉള്ളവനാന്ന്, നീ ചാകൂന്ന് പറഞ്ഞവൻ പറയും ഇവൻ എന്തോ പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ എന്തോ ആളാണ്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ എന്നെ കുറിച്ചുള്ള മനുഷ്യരുടെ, നാട്ടുകാരുടെ അഭിപ്രായത്തെ പോലും മാറ്റും. പള്ളിക്കാരുടെ, കമ്മിറ്റിക്കാരുടെ, ട്രസ്റ്റിമാരുടെ, ശത്രുക്കളുടെ, അസൂയക്കാരുടെ പോലും അഭിപ്രായങ്ങളെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. എന്താ ജനം പറഞ്ഞത്? നീര് വരും, ചാവൂന്ന. പക്ഷെ പൗലോസ്ലീഹ മരിച്ചു, പെട്ടിയിലാക്കി കുഴികുത്തി അടക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെയോ അവരഭിപ്രായം മാറ്റി എന്നാണ്. എന്നെക്കുറിച്ച് അവരുടെ അഭിപ്രായം ഇതാണല്ലോ, എൻ്റെ കല്യാണം നടക്കുവോ? അഭിപ്രായം കള. നിന്നെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവർ അഭിപ്രായം മാറ്റി പറയുന്നൊരു സമയം വരും. മാറ്റി പറഞ്ഞു അഭിപ്രായം. എന്നാ പറഞ്ഞ നോക്കാലോ. അവർ അഭിപ്രായം മാറ്റുകയും, അഭിപ്രായം മാറ്റി അവൻ ഒരു ദേവനാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ നേരത്തെ ഇവര് പറഞ്ഞ് കൊലപാതകിയ, കൊള്ളാത്തവനാന്ന് പറഞ്ഞവൻ ഇപ്പൊ പറയാ പുള്ളി ഏതോ ദേവനാണെന്ന് തോന്നുന്നു. ദേവനാണെങ്കിൽ കാഴ്ചപ്പാട് മാറി, ഇപ്പം ബഹുമാനമാ. ദേവനാണെങ്കിൽ പഴയ പിള്ളകൾ നടക്കത്തില്ല. ഇപ്പം ബഹുമാനമാ, ഇപ്പം ഭയമാ, ഇപ്പം സ്നേഹമാ. നേരത്തെ ഇവർ 2 സെന്റൻസിനും പറഞ്ഞാൽ ഇവൻ ആരെയോ കൊന്നിട്ട് വെള്ളത്തിൽ കൂടെ വന്നാന്നാ പറഞ്ഞേ, ഇവൻ എന്തോ മോശക്കാരനാന്നാ പറഞ്ഞ, ഇവനെ ജീവിക്കാൻ വിധി സമ്മതിക്കുന്നില്ല, അതാ ഇവന്റെ കയ്യെ പാമ്പ് ചുറ്റിയെ, അല്ലെ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളെ ആരെയും കടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ, ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്നാ പറഞ്ഞേ. ഇപ്പോൾ ദൈവം പൗലോസിനെ കരുതുന്നത് കണ്ടപ്പോൾ, ദൈവം പൗലോസിനെ വളർത്തുന്നത് കണ്ടപ്പോൾ, ദൈവം പൗലോസിന്റെ കൂടെ നിഴലായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവര് പറയൂ, അവർക്ക് ബഹുമാനം പറയും, ഇവനേതോ ദേവനാണെന്ന് തോന്നുന്നു. ഇവന്റെ കൂടെ ദൈവം നമ്മളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാറും. നമ്മളെ പരിഹസിച്ചവർ നാളെ നമ്മളെ ബഹുമാനിക്കാൻ, നമ്മളോട് എന്തെന്നില്ലാത്ത, ഇന്നലെ കഴിഞ്ഞ നാളുകളിൽ ചീത്ത പറഞ്ഞ ആളുകൾ വളരെ സ്നേഹത്തോടെ വന്ന് എന്നാ കൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി, ഇവര് പണ്ട് 1 വർഷം മുമ്പ് പറഞ്ഞത് മനസ്സിൽ കിടക്കുക. നമ്മൾ ചിന്തിക്കുക എന്താണാവോ ഇവരിങ്ങനെ പെരുമാറാൻ കാരണം? അഭിപ്രായങ്ങൾ മാറും, സമീപനങ്ങൾ മാറും, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. നോക്കിയോ, ഇനി നമ്മുടെ സാധാരണ ഭാഷ ഇപ്പൊ കളി മാറുന്നത് കണ്ടോ, കളി കാര്യമാകുന്നത് കണ്ടോണം. നേരത്തെ അഭിപ്രായം മൊത്തം മാറി. ഇനി അടുത്ത ഭാഗം വളരെ രസകരമാണ്. അഭിപ്രായം മാറ്റി. ദ്വീപിലെ പ്രമാണിയായ പുബ്ലിയൂസിന്
ആ സ്ഥലത്തിനടുത്തു തന്നെ കുറെ ഭൂമി ഉണ്ടായിരുന്നു. അവിടെ ഒരു കോടീശ്വരൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഏക്കർ സ്ഥലമുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് പുബ്ലിയൂസ് എന്നാണ്. അവിടെ ഒരു കോടീശ്വരൻ ഉണ്ടായിരുന്നു. അവൻ തങ്ങളെ സ്വീകരിച്ച് 3 ദിവസത്തേക്ക് ആതിഥ്യം നൽകി. ഇപ്പൊ അവിടുത്തെ കോടീശ്വരന്റെ വീട്ടിൽ 3 ദിവസം താമസിക്കുവാണ് പുള്ളി. കൊലപാതകയാണെന്ന് പറഞ്ഞ ആൾക്കാർ ഞെട്ടി. ദൈവം കരുതുന്നെന്ന് കണ്ടപ്പോൾ അവനെ ആളുകൾ അത്ഭുതകരമായി ബഹുമാനിക്കാൻ തുടങ്ങി. ഈ ഒരു കൊലപാതകീനെയും കൊള്ളാത്തവനെയും പാമ്പ് കടിയേറ്റവനെ ഒക്കെ ആണെന്ന് തെളിഞ്ഞതെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കയറ്റുവോ? ആ നാട്ടിലെ മാൾട്ടായിലെ ഒരുപാട് ഏക്കർ ഭൂമിയുള്ള ഒരു കോടീശ്വരനായ പുബ്ലിയൂസ് എന്ന മനുഷ്യൻ 3 ദിവസം പൗലോസിനെ വീട്ടിൽ താമസിപ്പിച്ചു. ആദ്യം അവന് വലിയൊരു സ്ഥാനവും അംഗീകാരവും കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ദൈവം കരുതുന്നത് കാണുമ്പോൾ പലർക്കും എന്നോട് ബഹുമാനം തോന്നാൻ ഇടവരും. ആമേൻ. എന്നെ വീട്ടിൽ വിളിക്കാൻ ആളുകൾ വരും. അല്ല, എന്നെ ആർക്കും വണ്ടിയെ പോലും കയറ്റത്തില്ലായിരുന്നു ആളുകൾ. നമ്മൾ പറയില്ല, എന്നെ വണ്ടിയെ പോലും കയറ്റത്തില്ല. പുള്ളിയുടെ വീട്ടിലെ സൈക്കിൾ പോലും തരത്തില്ലായിരുന്നു. സൈക്കിൾ പോലും ഓടിക്കാൻ തരത്തില്ലായിരുന്നു. ആ പുള്ളിയാണ് എന്നെ വലിയ വണ്ടിയെ വിളിച്ച് കയറ്റി വീട്ടിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ ഇപ്പൊ പറയുന്നത്. ദൈവം നിങ്ങളെ കരുതുന്നത് കാണുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറി. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, വലിയ ആളുകൾ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മിണ്ടേണ്ടവർ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? ചില ആളുകളെ നമ്മൾ ഓർക്കില്ലേ, ഇവരെയൊക്കെ ഒന്ന് അടുത്ത് പോയി കാണാൻ പറ്റുമോ? അയ്യോ, അവരൊക്കെ എന്നാ വലിയ സ്ഥാനത്തിരിക്കുന്നവരാ. അങ്ങോട്ട് ചെന്ന് കണ്ടാൽ പോലും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർ ചിലപ്പോൾ നാളുകളിൽ നിന്നെ തേടി നിന്റെ വീട്ടിൽ വരുന്ന ഒരു സാഹചര്യമോ, അതൊക്കെ ചുമ്മാതാ, അതൊക്കെ ദിവാസ്വപ്നമല്ല. പൗലോസിനെ ഇപ്പോൾ ആതിഥേയത്വം കൊടുത്ത് ബഹുമാനിക്കുന്നു. എന്തിനാ ഇത്രയും ബഹുമാനം കിട്ടാൻ കാരണം? ദൈവം പൗലോസിനെ സ്നേഹിക്കുന്നത് കണ്ട്, ദൈവം പൗലോസിനെ വഴി നടത്തുന്നത് കണ്ട്, ദേവനാണെന്ന് മാറ്റി പറഞ്ഞപ്പോൾ വലിയ വീട്ടിൽ ആ സ്ഥാനം, ഈ ദൈവവചനം നിന്നെ അനേകരുടെ ബഹുമാനം കിട്ടാൻ ഇടയാകട്ടെ. അനേകർ നിന്നെ അംഗീകരിക്കാൻ ഇടയാകട്ടെ. നിനക്കൊരു നല്ല സ്ഥാനത്തേക്കാണ് കുഞ്ഞെ കൈപിടിച്ചു കയറ്റുന്നത്. ഇത് ഭയങ്കര ഒരു ഭാഗമാണ്. കുറെ പ്രാവശ്യം ഇത് ചിന്തിക്കാനുണ്ട്. ഒറ്റ വായനയ്ക്ക് തീരത്തില്ല. അടുത്തതോ 3 ദിവസം അവിടെ താമസിച്ചു. പുബ്ലിയൂസിന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. ഉടനെ ഈ സാമ്പത്തികമുള്ള മനുഷ്യന്റെ അപ്പൻ പനി പിടിച്ച് രോഗിയായി വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ മുതലാളി പറയുവാണ്, പൗലോസ് ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് തലേ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് വലിയ ആളുകളുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞു, പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവന്റെ അടുക്കൽ വന്ന്, ഇപ്പോൾ പണ്ട് കൊലപാതകയാ, ഇവനെ പാമ്പ് കടിച്ച് നീര് വന്ന് ചാകൂന്ന് പറഞ്ഞ് മാറി നിന്നവർ ഇപ്പൊ ആളുകൾ മുഴുവൻ പുള്ളിയുടെ അടുത്ത് ഓടിക്കൂടാൻ തുടങ്ങി. മൊത്തം സാഹചര്യം കളിമാറി കാര്യമായി. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് വായുവിൽ വരച്ച വര പോലല്ലത്, അത് വെള്ളത്തിൽ വരച്ച വര പോലല്ലത്. അതിന് തക്കതായ അനുഗ്രഹത്തെ ദൈവം എത്തിക്കും. വിചാരിക്കും അങ്ങോട്ട് ചെന്നാൽ പോലും കാണാൻ ബുദ്ധിമുട്ടാണ് അവരെ. അവർ നിന്നെ അന്വേഷിച്ചു വരും. നീ ചിന്തിക്കാത്ത ആളുകളോടൊപ്പം നീ മിണ്ടും, ഇടപെടും, സംസാരിക്കും. കാരണം നീ ദൈവത്തിൽ നിൽക്കുന്നവനാണെന്ന് അവൻ അറിയാവുന്നോണ്ടാ ഈ ബഹുമാനം നിനക്ക് വന്നത്, ഈ അംഗീകാരം നിന്റെ കുടുംബത്തിൽ കയറിയത്, ഈ ഒരു വിലയും മഹത്വവും നിനക്ക് വന്നത്. ഇത് മറന്നുപോലെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതും വഴി നടത്തുന്നതും കാണുമ്പോൾ പലർക്കും നിങ്ങളോട് ബഹുമാനവും സ്നേഹവും തോന്നാൻ നാളുകളിൽ ദൈവം ഇടയാക്കും. പലരും നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകും, എന്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുവോ, എനിക്ക് വേണ്ടി നിങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കണം കേട്ടോ, എന്റെ കൊച്ചിന്റെ പേര് ഇന്നതാവോ, പേര് മറക്കല്ല, ഞാൻ വേണേ എഴുതി അല്ലെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് തരാം, ഒന്ന് ഓർത്തേക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവന്റെ ഓർമ്മയിലെങ്കിലും അത് വരണേന്ന് ആഗ്രഹിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി, ആ കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 10ാമത്തെ വാക്യം, അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു. വാക്യം വായിച്ചേ. അവർ ഞങ്ങളെ ബഹുമാനിച്ചു എന്നല്ല, വളരെയേറെ ബഹുമാനിച്ചു.
നാളെ നിങ്ങളെ അനേകർ വളരെയേറെ ബഹുമാനിക്കാൻ ഇടവരും. നിങ്ങൾക്ക് കുറെ ജോലി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ ബേസിലായിരിക്കത്തില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കുമ്പോൾ. ദൈവം നിങ്ങളെ കരുതുന്നത് മറ്റു ചിലർ കണ്ടിട്ട് അവര് നിങ്ങളെ വളരെയേറെ ബഹുമാനിക്കാൻ ഇടവരും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഉറക്കെയൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണേ, കുറച്ച് വാക്കുകളുടെ പുറകിലായിരുന്നു പുള്ളി കൊലപാതകിയ, നീരുവരും, ചത്തുപോകും എന്നും പറഞ്ഞ് എല്ലാവരും പുറകോട്ട് മാറിയതാ. ഇപ്പം നാട്ടുകാർ മുഴുവൻ പറയുക, അയ്യോ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം. 4 ദിശയിൽ നിന്നും ആളുകൾ ഇപ്പം അടുത്തു വരാനും ബഹുമാനിക്കാനും ഇടവന്നു. ഇന്ന് വചനം കേൾക്കുന്നത് കൊതിച്ചത് ദൈവം നിനക്ക് തരും. 1. 2, പലരും നിന്നെ ബഹുമാനിക്കാൻ ഇടവരും. ചിലപ്പോൾ നീ ഒരു കഴിവില്ലാത്ത ഒരാളായിരിക്കും മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ. നീ ആയിരിക്കും നാളെ ബിസിനസ് നടത്തി നല്ല മിടുക്കനായി ആ പട്ടണത്തിൽ ഒരു നല്ല ബിസിനസ്സുകാരായി നിൽക്കുമ്പോൾ വളരെയേറെ ബഹുമാനം ആ നാട്ടിൽ നിന്ന് കിട്ടും. ഒരു കഴിവുമില്ലാത്ത, വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത ഞാൻ അനേകരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ പലരും എന്നെ ബഹുമാനിക്കുന്നു. കാരണം എന്നെ ബഹുമാനിക്കാൻ കാരണം നിന്റെ വീട് അതല്ലേ, നിന്റെ സഹോദരൻ അതല്ലേ, നിന്റെ വീട്ടുകാർ ഇങ്ങനെയൊക്കെയല്ലേ, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനിടയിലും നിന്നെ ദൈവം ഇത്രയും അനുഗ്രഹിച്ചത് വേറെ ചിലർ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ അംഗീകാരം കിട്ടിയത്. ദൈവം അനുഗ്രഹിച്ചിട്ട് കിട്ടിയ അംഗീകാരമേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കാതിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അലഞ്ഞ് തിരിഞ്ഞ് നടന്നേനെയും ഒന്നും ആകത്തില്ലായിരുന്നു, എവിടെയും എത്തത്തില്ലായിരുന്നു എന്ന് എനിക്ക് ചങ്കിനകത്ത് നന്നായിട്ടറിയാം. പക്ഷെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ് മഹത്വമുള്ള വലിയവരായ ചില ആളുകളുടെ മുമ്പിൽ, പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത്. വളരെയേറെ ദൈവത്തിൽ നിൽക്കുന്നവന് ഇന്നല്ലെങ്കിൽ നാളെ വളരെയേറെ ബഹുമാനം കിട്ടും. അവന്റെ ശിരസ് എവിടെയും തല കുനിഞ്ഞു പോകാൻ ഇടവരുകയില്ല. മരുഭൂമിയിൽ നിനക്ക് മേശ ഒരുക്കും. നിന്റെ ചുറ്റിനും ദൈവം ചില അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. നീ ആഗ്രഹിച്ചത്, നീ കൊതിച്ചത് ദൈവം നിനക്ക് തരും. നീ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് തരുമ്പോൾ പലരും നിങ്ങളെ ബഹുമാനിക്കാൻ ഇടവരും. ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞെന്ന് പ്രാർത്ഥിക്കുവാണ്. അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു. ആവശ്യമുള്ളതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. ദൈവത്തിൽ നിൽക്കുന്നവനൊരു പ്രത്യേകതയുണ്ട്, അവൻ ആവശ്യമുള്ളതൊക്കെയും അവന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. എല്ലാം വെള്ളത്തിൽ പോയായിരുന്നു, പ്രതിസന്ധി വന്നപ്പോൾ സകലത് നഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചേ, അവൻ ആവശ്യമുള്ളതെല്ലാം അവരുടെ കയ്യിൽ വന്നു. എപ്പോഴാ കൈ വന്നത്? വെപ്രാളം പിടിച്ച് ടെൻഷൻ അടിച്ച് നടന്നപ്പോഴല്ല. ദൈവത്തിൽ നിൽക്കുന്നവൻ ആവശ്യമായതൊക്കെ. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അങ്ങ് ഡൗൺ ആകല്ല്. ആവശ്യമായത് ദൈവം നിന്റെ കയ്യിൽ കൊണ്ടുവന്നു തരും. ചില ആളുകൾ ദൈവദൂതനെ പോലെ 4 വശത്തുനിന്ന് നിന്റെ മുമ്പിൽ നിൽക്കും. ദൈവദൂതനെ പോലെ. ആ വാക്ക് മറക്കുമോ? പൗലോസ്ലീഹ പറയുക, ആ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, അതല്ലേ മുമ്പേ പാട്ടുകാരൻ ജോണ് പാടിയത്, ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് നിനക്ക് എല്ലാം സമൃദ്ധിയായി തരുമെന്ന്. നിനക്ക് ദൈവത്തിൽ നിൽക്കുന്നവൻ ആവശ്യമായതെല്ലാം തരും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ആവശ്യമുള്ളത് തരുന്ന ദൈവത്തിന്റെ മുമ്പിലാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ വിഷയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അടുത്ത ഭാഗം ഒന്ന് ടച്ച് ചെയ്യാൻ, അടുത്ത ഭാഗം ഒന്ന് തൊടാൻ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈ വചനത്തെ ഏകദേശം 1 മണിക്കൂർ സമയം നമ്മൾ കേട്ട വചനമുണ്ട്. പൗലോസ് മാൾട്ടായിലെത്തിയപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നു. ചിലപ്പോൾ ഇന്നിന്റെ ചില പ്രതികൂലങ്ങൾ നാളുകളിൽ നിന്റെ അനുഗ്രഹത്തിന്റെ പടികളായി മാറും. മറക്കല്ല്, പൗലോസ്ലീഹ നാട്ടിൽ ചെന്നപ്പോ ആളുകൾ സ്വീകരിച്ചെങ്കിലും പിന്നീട് പറഞ്ഞു ഇവൻ കൊലപാതകിയാണ്, ഇവനെ പാമ്പ് കടിച്ചു, ഇവൻ നീര് വരും, ഇവന്റെ ശരീരം വണ്ണം വെച്ച് ചാകും, ഇവന്റെ കിഡ്നി പോകും, കാരണം പാമ്പിന്റെ വിഷം ചെന്ന് ഇവന്റെ ആന്തരിക അവയവങ്ങളൊക്കെ പോകും, പെടഞ്ഞു മരിക്കും, ഇവനെ എന്തോ ശാപം കിട്ടിയവനാണ് എന്നൊക്കെ
പറഞ്ഞ് ഇവനിൽ നിന്ന് ആളുകൾ അകന്നുപോയി. എന്നാൽ പൗലോസിനെ ദൈവം നയിക്കുന്നതും പരിപാലിക്കുന്നതും അത്ഭുതമാക്കുന്നതും കണ്ടപ്പോൾ പലർക്കും അവനോട് ബഹുമാനം തോന്നാൻ ഇടവന്നു. പല രോഗികളും പല ആളുകളും, വലിയ ആളുകൾ, ആ നാട്ടിലെ കോടീശ്വരൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി 3 ദിവസം ആ മനുഷ്യനെ അവിടെ താമസിപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആർക്കും വേണ്ട കൊലപാതകിയാണെന്ന് പറഞ്ഞവന്റെ ചുറ്റും ഇന്ന് വലിയ വലിയ ആളുകളോട് ബന്ധമുണ്ടായി. നാളുകളിൽ അനേകർ നിന്നെ ബഹുമാനിക്കാൻ, അനേകർ നിനക്ക് വലിയ സ്ഥാനങ്ങൾ തരുന്ന സമയം. ദൈവത്തിൽ നിൽക്കുന്നവനെ ചവിട്ടി താഴ്ത്തുകയല്ല, അവനെ വിളിച്ചു കൊണ്ടുപോയി ആവശ്യമായതൊക്കെ. എന്താണ് നിനക്ക് ആവശ്യമായത്? നല്ല വീടാണോ കുഞ്ഞ് നിനക്ക് ആവശ്യമായത്? ഈ കടബാധ്യതയൊന്നും മാറണം എന്നുള്ളതാണോ നിന്റെ ആവശ്യം? എന്റെ കുഞ്ഞിന് ജോലി കിട്ടണം എന്നുള്ളതാണോ നിന്റെ ആവശ്യം? തലമുറകളാണോ നിങ്ങളുടെ ആവശ്യം? നിനക്ക് ആവശ്യമുള്ളതിനെ, അതാണ് മുമ്പേ വചനം പറഞ്ഞത്, നീ കൊതിച്ചതിനെ, നീ ആവശ്യപ്പെട്ടതിനെ, നീ കൊതിച്ചതിനെ, നിനക്ക് ആവശ്യമായത്, നിനക്ക് ആവശ്യമായത് ദൈവം നിനക്ക് തരും. ഒന്ന് പോയാലും ഒരു കാര്യത്തിൽ വിഷമം ഉണ്ടായാലും പേടിക്കണ്ട. അത് അതിനേക്കാൾ നല്ലത് വരാനുള്ള എന്തോ ഒരു ചവിട്ടുപടിയാണെന്ന് കേട്ടാ മതി. പൗലോസ് പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, എല്ലാവരും എതിർക്കുന്നു, കൊലപാതകിയാന്ന് പറഞ്ഞു. പുള്ളിക്കൊരു ഡിപ്രഷനും ഉണ്ടായില്ല കേട്ടോ, പുള്ളിക്കൊരു ഡിപ്രഷനും ഉണ്ടായില്ല. പുള്ളി അവിടെ തന്നെ നിന്നു. ആ പൗലോസിനെ ആളുകൾ ബഹുമാനിക്കാൻ ഇടവന്നു. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവൻ പാമ്പിനെ തീക്കകത്തോട്ട് കൊടഞ്ഞിട്ട പോലെ ഏത് പ്രശ്നത്തെയും വെല്ലുവിളികളെയും മന്ത്രത്തെയും തന്ത്രത്തെയും ചതികളെയും അവൻ കുടഞ്ഞുകളയും, കുടഞ്ഞുകളയും. നിങ്ങൾക്ക് വേണ്ടത് കുടഞ്ഞു കളയാനുള്ള ശക്തിയാണ്. എങ്ങോട്ടേലും കുടഞ്ഞു കളഞ്ഞിട്ട് കാര്യമില്ല, അത് വീണ്ടും വന്ന് കടിക്കും. അത് തീയിലേക്ക് തന്നെ കുടഞ്ഞിടണം. ചില കാര്യങ്ങളെ എറിഞ്ഞ് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധം വെന്തു വെണ്ണീറാക്കാൻ കഴിവുള്ള തീക്കകത്തോട്ട് കുടഞ്ഞിടാൻ ഇച്ചിരി ശക്തി തന്നെ വേണം. പാമ്പ് കയ്യെ ചുറ്റുമ്പോൾ എങ്ങോട്ടേലും കുടഞ്ഞ പാമ്പ് എങ്ങോട്ടേലും പോയാൽ വീണ്ടും വന്നത് കടിക്കും. എന്നാൽ അത് തീക്കകത്തോട്ട് കുടഞ്ഞിട്ടു, അതിന് തിരിച്ചു വരാൻ കഴിയാത്ത വിധം, അത് വെന്തു വെണ്ണീറായി ചാരമായി പോകത്തക്ക വിധം നിന്റെ മേൽ ഉയർന്നിരിക്കുന്ന തിന്മയുടെ, അന്ധകാരത്തിന്റെ, പൈശാചികതയുടെ എല്ലാം, കൂടോത്രത്തിന്റെ, ക്ഷുദ്രപ്രയോഗത്തിന്റെ സകല ദുഷ്ടശക്തികൾ വെന്തു വെണ്ണീറായി പോകത്തക്ക വിധം ആ വചനമാകുന്ന തീക്കകത്തേക്ക് യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളയണം, യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളയണം, യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളയണം. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തി, ആ കരങ്ങളെ ഉയർത്തി കണ്ണുകൾ അടച്ച് എന്നിട്ട് നന്നായി ഒന്ന് ആരാധിച്ച് പാടാൻ പോവാണ്. പാടുമ്പോൾ ശ്രദ്ധിച്ച്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ആ പ്രതിസന്ധി, ഒരു പക്ഷെ പറയും മദ്യപാനത്തിന്റെ ആ തിന്മയാണ് എന്നെ വരിഞ്ഞു ചുറ്റിയത്, തെറ്റായ ബന്ധത്തിന്റെ ഒരു കയറ് കൊണ്ടാണ് ഇന്ന് എന്നെ ബന്ധിച്ചിരിക്കുന്നത്. അല്ല, ചിലപ്പോൾ വേണ്ടാത്ത ചില ദുശീലങ്ങളുടെ വലിയ കാര്യങ്ങൾ നിങ്ങളെ ഇന്ന് കയറി ചുറ്റി കാണും. അതിനെ എറിഞ്ഞ് കുടഞ്ഞ് തീക്കകത്തോട്ട് കളയാൻ, അത് നിന്റെ വിടുതലിന് കാരണമാകത്തക്ക വിധം, ഒരു വിടുതലിന് നീ കൊതിച്ചത്, നീ ആഗ്രഹിച്ചത്, നീ കൊതിച്ചത് ദൈവം നിനക്ക് തരുന്ന സമയം. ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ഒന്ന് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് 2-3 കാര്യങ്ങളൊന്ന് ഓർത്തേ. നീ കൊതിച്ചതിനെ ദൈവം നിനക്ക് തരും. അത് സങ്കീർത്തന വചനമാണ്. 2, പൗലോസ്ലീഹ പറയുക, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവര് കൊണ്ടുവന്നു. നമ്മുടെ കുഞ്ഞാവശ്യങ്ങൾ പോലും അറിഞ്ഞ അനുഗ്രഹമാക്കുന്നൊരു ദൈവമാണ്. കണ്ടിട്ടില്ലാത്ത ആളുകൾ ചിലപ്പോൾ നമുക്ക് ദൈവദൂതന്മാരെ പോലൊക്കെ ആവും. അയ്യോ, ഇവരെന്തിനാ എന്നെ സഹായിച്ചത് നമ്മൾ ചിന്തിക്കും. അത് ദൈവം നിനക്ക് വേണ്ടി അവരെ നിയോഗിച്ചോണ്ട്. ഇന്ന് നിന്നെ തള്ളി പറഞ്ഞവരില്ലേ, നാളെ മാറ്റി പറയും ദേവനാന്നൊക്കെ പറയും. ആദ്യം അങ്ങനൊന്നുമല്ല പറഞ്ഞ്, കൊലപാതകിയാന്നാ പറഞ്ഞേ, എന്തോ പ്രശ്നമുള്ളവനാന്നാ പറഞ്ഞു, ഇവൻ നീര് വന്ന് ജാഗത്തെ ഉള്ളെന്നാ പറഞ്ഞേ. പിന്നീട് ഈ മനുഷ്യനെ നോക്കിയിട്ട് അതേ ആളുകൾ അഭിപ്രായം മാറ്റിയിട്ട് പറയുക, ദൈവം ഇവനെ സഹായിക്കുന്നത് കണ്ടിട്ട് പറയുക, ഇവൻ ഏതോ ദേവനാണെന്ന് തോന്നുന്നു. നാട്ടിലെ പ്രമാണി കോടീശ്വരൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുക, 3 ദിവസം കഴിഞ്ഞ് പോയാ മതി, എന്റെ പിതാവ് അല്പം രോഗമായിട്ട് കിടപ്പുണ്ട്,
ഒന്ന് പ്രാർത്ഥിക്കണം. അവന് വേണ്ടതെല്ലാം ആ നാട്ടുകാർ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവഗണിച്ചവർ തന്നെ പരിഗണിച്ചു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല് പോലെയായി. അന്നും അങ്ങനാണ്, ഇന്നും ഇങ്ങനെയാണ്. പരിഹസിച്ചവർ, കളിയാക്കിയവർ ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തമാന്നാ പറയുന്നേ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രമാന്നാ പറയുന്നേ. അയ്യോ, അങ്ങനൊന്നും അല്ല പണ്ട് പറഞ്ഞ, പണ്ട് കൊള്ളാത്തവരാന്നും പറഞ്ഞ് അടിച്ചോടിച്ചതാ. ഇപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ ചെന്നാ പോലും ചിലരെ കാണാൻ പറ്റത്തില്ലായിരുന്നു, അവർ ഇപ്പോ നമ്മളെ വന്നു കാണും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോണ്ടല്ലോ, പലരും നിന്നെ നോക്കി അഭിപ്രായങ്ങളെ മാറ്റും. നിന്നെ അനുഗ്രഹിക്കുന്നതും നിനക്ക് നല്ലതൊക്കെ ജീവിതത്തിൽ വരുമ്പോ പലരും നിന്നെ ബഹുമാനിക്കും. വലിയ ആളുകളോടുള്ള ബന്ധമുണ്ടാകും നിനക്ക്. വലിയ ആളുകൾ, അവരെയൊന്നും അങ്ങനെ പെട്ടെന്ന് കാണാൻ പോലും പറ്റത്തില്ല, പക്ഷെ നീ അവരെ കാണും, അവരോട് ബന്ധമുണ്ടാക്കും. അതിലൂടെ നിനക്ക് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ, ആവശ്യമായത് നിന്റെ ജീവിതത്തിൽ വരും. ഒന്നിരിക്കാമോ? ഒന്നിരിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ഇങ്ങനെ കുറേ പ്രാവശ്യം വായിച്ചു. ഇതിങ്ങനെ ഇന്ന് പ്രസംഗിക്കണമെന്നൊന്നും ഓർത്തിരുന്നതല്ല. സത്യം പറഞ്ഞാൽ ഇത് വേറെ ഒരു ഭാഗമൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ പ്രസംഗിക്കാനിരുന്നത്. അപ്പോഴാണ് ഈ മരുഭൂമിയിൽ മേശ ഒരുക്കുന്ന ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തിയത്. മരുഭൂമിയിൽ ദൈവത്തിന് മേശ ഒരുക്കാൻ പറ്റും. നിങ്ങളും ഇവിടെ ഇരുന്ന് ചിന്തിക്കണം. ഇനി പറഞ്ഞ കാര്യം ഇയാൾ വീണ്ടും വീണ്ടും പറയുവാന്ന് ചിന്തിക്കല്ലേ. ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത് പതിയുന്നത്. അത് നമ്മുടെ ജീവിതമായി മാറും. മറന്നു പോകേണ്ട ഒന്നല്ല പ്രസംഗിച്ചത്. ഇന്ന് ചില കാരണങ്ങളാൽ നിങ്ങളെ പലരും മാറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. അവർ പറയും നമ്മൾ അങ്ങനാണ് ഇങ്ങനാണ്, ശരിയല്ല, പുള്ളി കൊള്ളത്തില്ല, പുള്ളി രക്ഷപ്പെടത്തില്ല. ഇതേ അനുഭവം പൗലോസിന് ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ മറക്കരുത്. ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ചില വലിയ അനുഗ്രഹത്തിന് കാരണമാവും. മറക്കുവോ? ചില വലിയ പ്രശ്നങ്ങൾ വേറെ വലിയൊരു അനുഗ്രഹത്തിന് ഈ പ്രശ്നം കാരണം. കുറച്ച് നാൾ കഴിഞ്ഞ് പറയും, ആ പ്രശ്നം എനിക്കെന്തായാലും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ പറയാനുണ്ട്. ചില വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ, നാളെ അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകുന്നൊരു ചവിട്ടുപടിയാ അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് വലിയൊരു അനുഗ്രഹത്തിന്റെ ചവിട്ടുപടിയായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരികയില്ലെന്ന് ആരാ പറഞ്ഞത്? പൗലോസ്ലീഹയുടെ ഈ വചനം കുറേ പ്രാവശ്യം വായിക്കണം കേട്ടോ. കാരണം എന്നറിയാമോ? പൗലോസ്ലീഹ സഞ്ചരിച്ച കപ്പൽ വലിയ പ്രയാസപ്പെട്ട് കപ്പൽ പൊട്ടിപ്പോയി. അതിൻ്റെ പലക തെറിച്ചു പോയെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ല. മാൾട്ടായിലേക്കുള്ള യാത്രയിൽ കയറിയ കപ്പല് പാറയിലിടിച്ച് പൊട്ടി പലക തെറിച്ചു പോയി. പക്ഷെ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം നമ്മളെ എത്തിക്കേണ്ടിടത്തെത്തിക്കും. അത് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് ഈ 27-ാം അധ്യായം 25-ന്റെ അവസാനവും 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദ്വീപിൽ നാം ചെന്നു പറ്റും, നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്. സഞ്ചരിച്ച കപ്പലടക്കം ഇടിച്ച് പൊളിഞ്ഞ് പലകയായി തെറിച്ചുപോയി. എന്നിട്ട് പൗലോസ് പറയുവാ, ദൈവം എന്നെ നോക്കിയിട്ട് പറഞ്ഞത് കടലിൽ വെള്ളം കുടിച്ച് ചാവൂന്നല്ല. ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞത് നീ വെള്ളത്തിൽ താന്നു പോകും, മീൻ തിന്നൂന്നല്ല. നീ ചത്ത് ശവമായി കടൽ തീരത്ത് വന്ന് അടിയൂന്നല്ല, മാൾട്ടായി പോയി ബോഡിയായിട്ട് അടിയൂന്നല്ല പറഞ്ഞത്. നീ എത്തൂന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുവാ, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദ്വീപിൽ ഞാൻ ചെന്ന് പറ്റും. ഇനി 28-ാം അധ്യായം 16-ാമത്തെ വാക്യം വല്ലോ നടന്നോന്ന് അറിയണ്ടേ? 16-ാമത്തെ വാക്യം, ഞങ്ങൾ റോമ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വെള്ളം കുടിച്ച് ചായില്ല, മരിച്ചില്ല, മീൻ കൊത്തി തിന്നില്ല,
അപകടം പറ്റി വഴിയിലായില്ല. അവർ റോമ എന്ന പട്ടണത്തിൽ എത്തി പ്രവേശിച്ചു കഴിഞ്ഞപ്പോ അപ്പം ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചു. ആമേൻ. നിന്നെ നോക്കിയിട്ട് അല്ലെ എന്നെ നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നീ രക്ഷപ്പെടൂ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടോ? അതെന്നും പറഞ്ഞുകൊണ്ടിരുന്നോണം, രക്ഷപ്പെടൂ എന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു നല്ല സ്ഥലത്തായിരിക്കും, ഒരു നല്ല ജോലി എനിക്ക് കിട്ടുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതിൽ പ്രവേശിക്കുന്ന സമയം വരും. ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട് പലരും ചോദിക്കും എങ്ങനെയാ നടന്നേന്ന്. അതൊരു വലിയ സംഭവമാണ്. ചിലരൊക്കെ നമ്മൾ ചോദിക്കും, നിനക്കെങ്ങനെയാ ഇത് നടന്നു കിട്ടിയേ? നീ എങ്ങനെയാ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നേ? നീ എങ്ങനെയാ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തത്? നീ എങ്ങനെയാ കൊച്ചിൻ്റെ കല്യാണം ഇത്ര ഭംഗിയായി നടന്നത്? പലരും നിങ്ങളോട് ചോദിക്കും, എങ്ങനെയാ സാധിച്ചത്, എങ്ങനെയാ നടന്നു കിട്ടിയേ? അയ്യോ ഭയങ്കരമായിരുന്നു, ഞങ്ങൾ വിചാരിച്ചില്ലെന്ന് നമ്മളോട് തന്നെ ചിലർ വന്ന് പറയാൻ ഇടയാകത്തക്ക വിധം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നോ? ഇപ്പൊ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന പ്രതിസന്ധി നാളെ എന്തോ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു ചവിട്ടുപടിയാണെന്ന് കരുതിയാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിക്കുകയാണ്. ഇതും കൂടെ പറയാം, ദൈവം എന്നെ അല്ല നിങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർ, സഹോദരിമാർ, അപ്പച്ചന്മാർ, ചെറുപ്പക്കാർ, എല്ലാ പ്രായത്തിലൂടെ പറയാം, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രമല്ല അറിയുന്നേ, വേറെ കുറേ പേരും കൂടെ എപ്പോഴേലും ഒക്കെ കാണും. എന്നിട്ടുണ്ടല്ലോ, പണ്ടവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രക്ഷപ്പെടിയേല, വീട് വെക്കത്തില്ല, കല്യാണം നടക്കത്തില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോവുള്ളൂ. അങ്ങനെ പറഞ്ഞവർ അഭിപ്രായത്തെ മാറ്റി പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതും നിങ്ങൾ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ പലരും ഓടി വന്ന് നിങ്ങളെ സ്നേഹത്തോടെ ബഹുമാനിക്കും. നിങ്ങളോട് തന്നെ ചിലപ്പോൾ കല്യാണ വീട്ടിൽ വെച്ച് പറയും, എന്നാ കൊണ്ട് വിശേഷം, ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണം കേട്ടോ, ഞങ്ങൾ ഇന്ന സ്ഥലത്തായി ഇപ്പൊ താമസിക്കുന്നു, വീട്ടിൽ വരികയില്ലെന്ന്. അയ്യോ പണ്ട് വീട്ടിൽ വന്ന ഗ്ലാസ് വെള്ളം പോലും തരാത്ത ആളായി ഇപ്പൊ വീട്ടിൽ വിളിച്ചോണ്ട് പോണത്. വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഭക്ഷണമൊന്നുമില്ല, പൊക്കോന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് വീട്ടിൽ വിളിച്ച് 3 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാ പറയുന്നത്. പൗലോസ് ശ്ലീഹ ദൈവം അവനെ അത്ഭുതകരമായി സഹായിക്കുന്ന കണ്ടപ്പോ നാട്ടിലെ കോടീശ്വരൻ പറയുവാ, സാറേന്നാ വിളിക്കും, സാറേ എന്റെ വീട്ടിൽ വന്നാ 3 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന്. 3 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് ആവശ്യമായത് മുഴുവൻ കൊടുത്തേച്ചാ വിട്ടത്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോണ്ടല്ലോ, ആകാശത്തിന്റെ വാതിലിനെ ദൈവം തുറക്കും. കുറെ പേരിങ്ങനെ അസൂയോടെ കാണും, ചിലർ പിണങ്ങിപ്പോവും, ചിലർ മിണ്ടത്തില്ല, അതൊക്കെ പോട്ടെ. ചിലർ നമ്മളോട് പറയും, ഇത് ഭയങ്കര അനുഗ്രഹമാ, നിനക്ക് കിട്ടിയ അനുഗ്രഹമാന്ന് മറ്റുള്ളവർ പറയും. നിങ്ങൾ ഈ വാക്ക് വിശ്വസിക്കുന്നുണ്ടോ? നീ കൊതിച്ചത് നിനക്ക് ദൈവത്തെ അത് മാറിപ്പോയെന്നിരിക്കട്ടെ, അതിനേക്കാൾ നല്ലത് ആ സ്ഥാനത്ത് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോണിനത് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും, പല ആളുകളും കൊതിച്ചത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കൊതിച്ചത് ഈ നമ്മളായിട്ട് കളയാതിരുന്നാൽ അനുഗ്രഹം നമ്മളിൽ വാഴും. അനുഗ്രഹം കിട്ടാനല്ല എളുപ്പം, കിട്ടിയ അനുഗ്രഹം പോകാതിരിക്കാനാ ബെടാപ്പാട്. അതെപ്പോഴും ഓർത്തോ, അനുഗ്രഹങ്ങൾ കിട്ടും, പക്ഷേ അത് ചിലപ്പോൾ പെട്ടെന്ന് പോകും. ലഭിച്ച അനുഗ്രഹം ചെറുതാണേലും ജീവിതത്തിൽ നിന്ന് പോകാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. വലിയ അനുഗ്രഹം ഒന്നും കിട്ടിയില്ല, കുഞ്ഞതേ കിട്ടിയുള്ളൂ, കളയാൻ വരട്ടെ, വിമർശിക്കാൻ വരട്ടെ, അനുഗ്രഹം ചെറുതെങ്കിലും അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചോ. അത് നാളുകളിൽ നിനക്കൊരു സാക്ഷ്യത്തിനായൊരു പടിയായത് മാറും. നീ ആഗ്രഹിച്ചത് നാളുകളിൽ നിങ്ങൾ വരണം കേട്ടോ. ഇവിടെ ഒരു മൈക്കൊക്കെ വെക്കും, ഒരു പീഠമൊക്കെ ഉണ്ട്. നിങ്ങൾ കൊതിച്ചത് ദൈവം തന്നു, നീ മൈക്കിലൂടെ, മൈക്ക് പിടിക്കാൻ പേടിയാണേലും കണ്ണടച്ചാണേലും പറഞ്ഞോടെ, ഞാൻ ആഗ്രഹിച്ച ദൈവം തന്നു എന്നെങ്കിലും പറഞ്ഞിട്ട് പോകണം. ദൈവം എനിക്ക് ആഗ്രഹിച്ചത് ദൈവം തരും. ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയാലെന്നാ പലരും പറഞ്ഞത്. എനിക്കൊരു വാക്ക് പ്രസംഗിക്കുവാനോ ആളുകളുടെ മുമ്പിൽ നിൽക്കുവാനോ
നന്നായി ഇടപെടുവാനോ പെരുമാറാനോ ഒന്നും കഴിവുള്ള ഒരാളായിരുന്നില്ല. എന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഒരു വെട്ടുപോതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആയതാ അങ്ങനെ പറഞ്ഞത്? അല്ല, നീ ചിരിക്കത്തുമില്ല, എന്തൊരു സ്വഭാവം ഇതെന്ന് ചോദിച്ചവരുണ്ട്. എനിക്ക് നിങ്ങൾക്കും എന്നെ കാണുമ്പോൾ അറിയാം, ഞാൻ ചിരിക്കാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, ആഗ്രഹമുണ്ട്, പറ്റിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എനിക്കിപ്പോഴും ഇവിടെ കയറി വരുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് പേടിയാ. ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. എന്നാലും ഇവിടെ വരുമ്പോൾ എന്തോ ഒരു ടെൻഷനാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ടെൻഷൻ മാറും. ഒരു 10 മിനിറ്റ് എന്തോ ഒരു പ്രസംഗിക്കാൻ പറ്റുമോ? മുമ്പേ പറഞ്ഞ പോലെ മരുഭൂമി മേശ ഒരുക്കാൻ ദൈവത്തിന് പറ്റുമോ എന്ന് സംശയിച്ച പോലെ ഒരു പേടിയാ, പറയാൻ പറ്റുമോ? പലരും, ഞാനൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റ കാര്യം ആഗ്രഹിച്ചുള്ളൂ, ഈ ആൾ എൻ്റെ തലയെ കൈവച്ച് നീ ഒരു ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരാളാകൂ, നീ മനുഷ്യൻ പറയണമെന്ന് ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു. ഇതൊഴികെ ബാക്കി കുറേ കാര്യം പുള്ളി പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് ചോദിക്കേണ്ടി വന്നു, ഹലോ ബ്രദർ, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു കൊതിയുണ്ട്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കുമോ, ഈ സംഭവം വല്ലതും ഉണ്ടോയെന്ന്. അയാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കാണുന്നില്ലെന്ന്. അയാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആ ധ്യാനത്തിന് പോകണ്ടെന്ന് തോന്നിപ്പോയി. ഇനി ഇത് കണ്ട, ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചത് പുള്ളി പ്രാർത്ഥിച്ചിട്ട് നോക്കിയിട്ട് തപ്പി നോക്കിയിട്ട് പറയും കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരാശ്വാസവാക്കെങ്കിലും പുള്ളിക്ക് പറയായിരുന്നു, ശരിയാവൂന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഭയങ്കര ടെൻഷനായി, എനിക്ക് ദേഷ്യമായി, വിഷമമായി. അപ്പം എനിക്ക് തോന്നിയില്ലെന്ന്. പക്ഷെ ഞാനിന്ന് പ്രസംഗിക്കുന്നു, പറയുന്ന കാര്യം മറന്നേക്കല്ലേ, ഒരു പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു നിരിക്കട്ടെ, അത് നടക്കുമെന്ന് തോന്നില്ലെന്ന്. നിങ്ങൾ സത്യസന്ധമായി ഈ വാക്കിലാ വിശ്വസിക്കുന്നെങ്കിൽ അയാൾ പറഞ്ഞതിൻ്റെ അപ്പുറത്തെ കാര്യം അത്ഭുതമായി നടന്നു. ഞാൻ ഇങ്ങനെ കേട്ടതിന് ശേഷം, ഇനി അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്നും മറിച്ച് ഞാൻ പോയായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ലായിരുന്നു. വീണ്ടും ഞാൻ അതിയായി ആഗ്രഹിച്ചു, എഴുതി, പറഞ്ഞു, പ്രാർത്ഥിച്ചു. ബൈബിൾ വചന സത്യവാ. കൗൺസിലർ പറഞ്ഞത് നടക്കുമെന്നല്ല, നീ കൊതിച്ചത് നടക്കും. മനസ്സിലായോ? നീ കൊതിച്ചത് മനുഷ്യര് തരുന്ന. ഇനി പ്രാർത്ഥനക്കാരി വലിയ ഉള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ശരിയാകുകയെന്ന് പറഞ്ഞാലും തെറിയും പറഞ്ഞു പോകാൻ വരട്ടെ, ചീത്തയും പറഞ്ഞു പോകാൻ വരട്ടെ, ഇനി ധ്യാനം പരിപാടി ഞാൻ കൂടുന്നില്ലെന്ന് പറയാൻ വരട്ടെ, നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ദ്വീപിലെത്തിപ്പറ്റും, നീ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തും, നിനക്കൊരു ദോഷവും വരികയില്ലെന്ന് പറഞ്ഞവനിൽ അവിശ്വസിക്കുന്നെങ്കിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ. നീ ആഗ്രഹിച്ചത് അല്ല, നീ കൊതിച്ചത് നിനക്ക് ദൈവം തരാൻ, നിനക്ക് ദൈവം തരാൻ തുടങ്ങും. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് ഒരു നാലിലേയും പാടാമോ? ഒരു പാട്ട് പാടുവാണ്. അങ്ങനെ ചേട്ടാ മൈക്ക് വെക്കണം, സ്റ്റാൻഡ്. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് കൊതിയോടെ പ്രാർത്ഥിക്കുന്ന കാര്യമില്ലേ? നിങ്ങൾ കൊതിച്ചത് നിനക്ക് കിട്ടും. എൻ്റെ വാക്കല്ല കേട്ടോ, ബൈബിൾ വചനമാ, ദൈവത്തിൻ്റെ ഉറപ്പാണ്. പൗലോസിനെ കൊലപാതകിയാന്ന് പറഞ്ഞു ഓടിയവര് പിന്നീട് അഭിപ്രായം മാറ്റി പറഞ്ഞു ദേവനാണെന്ന്. ഇന്ന് പറഞ്ഞ് നാട്ടുകാർ, കുടുംബക്കാർ, പള്ളിക്കാർ, ദേശക്കാർ, പട്ടണത്തിലുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ പോലും നാളുകളിൽ ദൈവം അനുഗ്രഹിച്ചു മാറ്റിക്കളയും. എന്നിട്ട് അവർ അഭിപ്രായം, വേറെ അഭിപ്രായം പറയും. നിങ്ങൾ അനുഗ്രഹമുള്ളവരാണെന്ന് പറയും, നിങ്ങൾ ദേവനാണെന്ന് പറയും. നാട്ടിലെ പ്രമാണി പബ്ലിയൂസ് വിളിച്ചു കയറ്റിയിട്ട് പറയുക, സർ പൗലോസ് വീട്ടിൽ വന്ന് 3 ദിവസം താമസിക്കണം, 3 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പോയാൽ മതി. ആഹാ, ഇത് നിസ്സാര കാര്യമല്ലല്ലോ, ഒരു മന്ത്രിക്ക് കിട്ടുന്ന സ്ഥാനമാണല്ലോ ഇപ്പൊ പൗലോസിന് കിട്ടിയത്. ദൈവത്തിൽ നിൽക്കുന്നവന് കുഞ്ഞെ അഭിമാനവും ബഹുമാനവും തേടി വരും. ആമേൻ. ബഹുമാനം തേടി വരും, അംഗീകാരം തേടി വരും. നിന്നെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു സമയം അടുത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പാടാമോ? എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്
ആകാശത്തിൻ കിളിവാതിൽ എല്ലാം ഇച്ചിരിച്ചല്ല കേട്ടോ, ഇച്ചിരിയല്ല, സമൃദ്ധിയായി, എല്ലാ സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര നല്ലവൻ. ആമേൻ എന്ന് പറഞ്ഞേ, ഞാൻ കൊതിച്ചത് ദൈവം എനിക്ക് തരും. അത് പറയാ ഞാൻ ഇവിടെ വരും. ഇച്ചിരി ഒച്ച കുറഞ്ഞു പോയോന്ന് സംശയമുണ്ട്. അത് പറയാ ഞാൻ ഇവിടെ വണ്ടിക്കൂലി കൊടുത്ത് വരും. ഒരു നാൾ വരും. ഞാൻ കൊതിച്ചത് എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാനൊരു മറുപടി പറയാൻ ഇവിടെ വരും, ഒരു അനുഗ്രഹം പറയാൻ ഇവിടെ വരും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും, ഫ്രണ്ടിൽ നിൽക്കുന്നവർ, സൈഡിൽ നിൽക്കുന്നവർ, നടുക്കു നിൽക്കുന്നവർ, പിറകിൽ നിൽക്കുന്നവർ, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമായി ശുശ്രൂഷയിൽ പങ്കെടുത്തത് പ്രതീക്ഷയോടെയാണ്. ഇന്ന് കേട്ട വചന ശുശ്രൂഷയിൽ കേട്ട വചനം ഒന്നോർത്തേ. സങ്കീർത്തക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നീ കൊതിച്ചതിനെ നിനക്കു ഞാൻ തരും. നീ ആഗ്രഹിച്ചത് നിനക്ക് ദൈവം തരുമെന്ന്. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ എന്നവർ സംശയിച്ചു. ഇത്രയും പേർക്കുള്ള അപ്പവും മാംസവും ദൈവം എങ്ങനെ കൊടുക്കുമെന്നവർ ചിന്തിച്ചു. അവർ സംശയിച്ചെങ്കിലും അവരെ അനുഗ്രഹിച്ച് സമൃദ്ധിയായ നിലയിൽ അനുഗ്രഹിച്ചൊരു ദൈവത്തെ ആ വചനം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചിലർ സംശയമുണ്ടാകും, എൻ്റെ കാര്യം നടക്കുമോ, എൻ്റെ കാര്യം ശരിയാകുമോ, ഈ പ്രശ്നം മാറുമോ. നിങ്ങൾ ഈ സമയം വിശ്വാസത്തോടെ നിന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് ഒരു വാതിലിനെ ദൈവം തുറക്കുന്നത് നിന്നെ അനുഗ്രഹിക്കുവാനാണ്. നീ ആവശ്യപ്പെട്ടത് മാത്രമല്ല, നീ കൊതിച്ചത് ദൈവം നിനക്ക് തരും. നീ കൊതിച്ചത് നിന്റെ കുടുംബത്തിൽ ദൈവം ഒരുക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ഭാഗം നമ്മൾ കേട്ടതൊന്ന് മനസ്സിലായി. അപ്പസ്തോല പ്രവർത്തനം 28-ാമത്തെ അധ്യായം. പൗലോസ് മാൾട്ട എന്ന സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തിയപ്പോൾ അനുഭവിച്ചത് മുഴുവൻ പ്രയാസങ്ങളായിരുന്നു, പ്രതിസന്ധികളായിരുന്നു. വലിയ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അത് ചിലപ്പോൾ വലിയൊരു അനുഗ്രഹത്തിന്റെ കാരണമാകാം. വലിയൊരു അനുഗ്രഹത്തിന് പ്രതിസന്ധി നാളുകളിൽ കാരണമാകും. പൗലോസ് ശ്ലീഹായെ കുറിച്ച് മാൾട്ടായിലെത്തിയപ്പോൾ ജനം പറഞ്ഞു, ഇവൻ കൊലപാതകയാണ്, അല്ലെങ്കിൽ അണലിപ്പാമ്പ് ഇവനെ ചുറ്റത്തില്ല, നീ ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇവന്റെ ശരീരത്ത് നീരുവരും, ഇവൻ മരിച്ചു വീഴുമെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിപ്രായം പറഞ്ഞവർ, വിധി പറഞ്ഞവർ മാറ്റി പറഞ്ഞു, ഇവൻ ഏതോ ഒരു ദേവനാണെന്ന് തോന്നുന്നു പോലും. എന്താണ് അഭിപ്രായം മാറ്റാൻ കാരണം എന്നറിയാമോ? ദൈവം പ്രതിസന്ധിയിൽ കൈപിടിച്ചു നടത്തിയത് കണ്ടിട്ട് പറയുന്നു, ഇവന് ദൈവ സാന്നിധ്യമുണ്ട്, ഇവൻ ഏതോ ഒരു ദേവനാണെന്ന് തോന്നുന്നു. പ്രിയരെ, എന്നെ ദൈവം അനുഗ്രഹിച്ചത് കാണുമ്പോൾ അത് കണ്ട് പലരും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. എന്റെ മേലുള്ള വിധികൾ അവിടെ മാറാൻ തുടങ്ങും. എന്റെ ദൈവം അനുഗ്രഹിച്ച് എന്നെ ഉയർത്തുന്നത് കാണുമ്പോൾ പലരും ജീവിതത്തിൽ എന്നെ ബഹുമാനിക്കാൻ തുടങ്ങും. ആ നാട്ടിലെ കോടീശ്വരൻ വിളിച്ചിട്ട് പറയുവാണ്, പൗലോസ്, നീ എന്റെ വീട്ടിൽ 3 ദിവസം പാർക്കുക. എന്റെ പിതാവ് അല്പം രോഗിയാണ്, നീ വന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. അവഗണിച്ചവർ തന്നെ പൗലോസിനെ പരിഗണിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. ഇതുപോലെ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവരുണ്ടോ? അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, പൗലോസിന് വേണ്ടതൊക്കെയും ആ നാട്ടിലെ ജനങ്ങൾ അവന് കൊണ്ടുവന്ന് കൊടുത്തു. നേരെ സങ്കീർത്തന വചനത്തിൽ പറഞ്ഞു, നീ കൊതിച്ചത് ദൈവം നിനക്ക് തരുമെന്ന്. അപ്പസ്തോല പ്രവർത്തനത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുത്തെ ജനങ്ങൾ കൊണ്ടുവന്നു. നിനക്ക് ആവശ്യമായത് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന ഒരു സമയമാണ്. കണ്ണുകളൊന്ന് അടച്ച് ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്, വേദനയോടെ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരുണ്ട്, സാവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളുണ്ട്. പ്രത്യേകിച്ച് CBC എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. +1, +2 SLC പരീക്ഷകൾ വരാൻ പോവുകയാണ്. പ്രാർത്ഥനാ വിഷയത്തിൽ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓർക്കുകയാണ്. വിവിധ ഭാഷകൾ, വിവിധ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ സകലരെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടെന്ന് പറയട്ടെ, ആത്മാവിൽ പറയട്ടെ, നീ കൊതിച്ചത് ദൈവം നിനക്ക്
തരും. നീ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് തരും. അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങൾ മാറി നിന്റെ മേലൊരു അനുഗ്രഹമായത് വെളിപ്പെടും. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അതൊരു വൻമഴയായത് പെയ്യും. ഒരു വൻമഴയായത് പെയ്യും. ഒരു അനുഗ്രഹത്തിന്റെ മഴയായത് നിന്നിൽ വന്ന് പെയ്യാൻ തുടങ്ങും. നീ കൊതിച്ചത് നിനക്കിന്ന് കിട്ടിയിട്ടില്ലാകാം. നീ കൊതിച്ചതിന്റെ മേൽ നിനക്കിന്ന് നിരാശയായിരിക്കാം. നീ കൊതിച്ചത് നിനക്കിന്ന് സങ്കടമായിരിക്കാം. കൊതിച്ചതിനെ ഓർത്തുന്ന ഒരു ഭാരപ്പെടുന്നുണ്ടാകാം. ബൈബിൾ വചനം പറയുന്നു, നീ കൊതിച്ചതിനെ ഓർത്ത് നീ കൊതിച്ചത് അത് വീടാകട്ടെ, അത് സാഹചര്യമാകട്ടെ, അത് ദൈവം നിനക്ക് തരും. ദൈവം കൊതിച്ചൊരു തലമുറയെ നിനക്ക് തരും. ദൈവം നീ കൊതിച്ച വാഹനം നിനക്ക് വരും. നീ കൊതിച്ചൊരു തലമുറ എഴുന്നേറ്റ് വരും. നിന്റെ ആത്മീയ ജീവിതം നീ കൊതിച്ചതുപോലെ മാറും. നിന്റെ ജീവിതം വെളിച്ചമുള്ളതായി മാറും. നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട് പലരും നിന്നെ അംഗീകരിക്കും. നിന്നെ തേടി വരുന്ന ചില ബഹുമാനമുണ്ട്. ചിലർ നിന്നെ അംഗീകരിച്ചു വരും. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? പ്രിയപ്പെട്ടവരെ, അഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്. പൗലോസ്ലീഹായുടെ കയ്യിൽ അണലിപ്പാമ്പ് ചുറ്റിയപ്പോൾ അതിനെ തീയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കൊടഞ്ഞിട്ടതുപോലെ നിന്റെ മേൽ ഇന്ന് ഉയർന്നിരിക്കുന്ന തടസ്സങ്ങളെ, മന്ത്രത്തെ, കൂടോത്രത്തെ, ക്ഷുദ്രപ്രയോഗത്തെ നിനക്കിന്ന് കൊടഞ്ഞു കളയാൻ പറ്റും. ഇന്ന് നീ കരം ഉയർത്തിയിരിക്കുകയാണ്. എന്റെ കരങ്ങളിലല്ലായിരിക്കും ഇന്ന് പാമ്പ് ചുറ്റിയതുപോലെ എന്റെ ജീവിതത്തെയാണ് ഇന്ന് ചുറ്റിയത്. എന്റെ ഭാവിയാണ് തകർത്തത്. ചില ചതികളിൽ ചെന്ന് പെട്ടതിനെ, ചില തകർച്ചയെ, ചില നഷ്ടങ്ങളെ ചെതറിച്ചു കളയുവാൻ, അല്ലെങ്കിൽ അതിനെ കുടഞ്ഞു കളയുവാൻ ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് പകരപ്പെടുകയാണ്. ആ ഉയർത്തിയ കരങ്ങളോടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ്, എന്നെ ചുറ്റിയിരിക്കുന്ന ഈ പ്രശ്നത്തെ, എന്നെ ചുറ്റിയിരിക്കുന്ന ഈ പ്രതിസന്ധിയെ, എന്നെ ചുറ്റിയിരിക്കുന്ന നിരാശയെ, എന്നെ ചുറ്റിയിരിക്കുന്ന ഡിപ്രഷനെ ഞാൻ ഇന്ന് ചുഴറ്റി എറിയുന്നു. ഞാൻ ഇന്ന് കുടഞ്ഞെറിയുന്നു. ദൈവത്തിന്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ ഇപ്പോൾ നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രസംഗിക്കുന്നു ഞാനാണ്, പ്രാർത്ഥിക്കുന്നത് ഞാനാണ്, എന്നാൽ പ്രവർത്തിക്കുന്നത് ദൈവമത്രേ. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ശബ്ദത്തെ ഉയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്ന, ഇന്നും ജീവിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഹല്ലേലൂയ. വഴിയൊരുക്കമടിച്ചുവനാഴികളിൽ വലം കൈയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും ശക്തിയോടെ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. അതുകൊണ്ട് വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈയിൽ പിടിച്ചെന്നെ വഴി നടത്തുന്നയോ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കണ്ണുകളൊന്ന് അടച്ച് ആരാധനയുടെ ഈ സമയത്ത് നിങ്ങൾ ഈ അൽത്താരയിൽ ഒരു സാക്ഷ്യത്തെ പറയുന്ന സമയം അകലെയല്ല, അടുത്താണ്.
സങ്കീർത്തനം 78 അധ്യായം 29 വാക്യം എന്നറിയാമോ? അവർ കൊതിച്ചതിനെ ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ കൊതിച്ചതിന് കാര്യമുണ്ട്. അത് വെള്ളത്തിൽ വരച്ച വരയല്ല, അത് വായുവിൽ വരച്ച വര പോലെ അല്ല. ദൈവസന്നദ്ധിയിൽ കൊതിച്ചത് പലതും ആയിരിക്കില്ല ഇന്ന് ജീവിതത്തിലുള്ളത്. പ്രതീക്ഷിച്ചതിന് ഓപ്പോസിറ്റായിട്ട് തോന്നും. പക്ഷെ പ്രതീക്ഷിച്ച പോലെ അത് മറിഞ്ഞു വരും. രാവും പകലും പോലെ അത് മാറി തിരിഞ്ഞു വരും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ഈ വചനം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഇത് ഓൺലൈനിലൂടെ ആകാം, ഇപ്പോൾ പങ്കെടുക്കുന്നവർ, ദൂരെ നിന്ന് വന്നവർ, സമീപത്ത് നിന്ന് വന്നവർ, വലിയ വലിയ വേദനയോടെ ഇവിടെ ഇരിക്കുന്നവരുണ്ട്. ചില അമ്മമാരെ അപ്പച്ചന്മാരെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ ഉറങ്ങാത്തതിൻ്റെ അടയാളങ്ങളുണ്ട്. കണ്ണൽപ്പം നീരുവച്ചതുപോലെ, മുഖം വാടിയിരിക്കുന്നു, ഉറങ്ങിയിട്ടില്ലവർ. 2 ദിവസമായി ഉറങ്ങാത്തവരുണ്ട്, അമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, പിതാക്കന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു വില കൊടുത്താ ഇവിടെ നിൽക്കുന്നത്. വില കൊടുത്ത ഈ ആവിയും ചൂടുമൊക്കെയുള്ള ഈ സ്ഥലത്ത് വായു സഞ്ചാരം പോലും കുറവുള്ള ഈ ഒരു ഇടുങ്ങിയ ഹാളിനകത്ത് നിങ്ങൾ നിൽക്കുന്നത് പട്ടുമെത്തയിലല്ലെന്ന് എനിക്കറിയാം. പട്ടുമെത്തയിലല്ലെന്ന് എനിക്കറിയാം. വേദനയോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയെ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ കൊതിച്ചത് എൻ്റെ കയ്യിൽ ദൈവം തരുമെന്ന്. ദൈവം തരുന്നതൊക്കെയും എനിക്ക് വേണം, ദൈവം തരാത്തതൊന്നുമേ എനിക്ക് വേണ്ട. ദൈവം എനിക്ക് നൽകുന്നതൊക്കെ എനിക്ക് വേണം. അതിനു വേണ്ടിയാ ഞാൻ വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, 250 പേർ ആ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ ക്യൂവിൽ നിന്ന് സമയമെടുത്ത് ഒരു പേരും ഒരു നിയോഗം കൊടുത്തിട്ടുണ്ട്. അത് ഈ അൾത്താരയിൽ ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമേ. ഈ പ്രാർത്ഥന ഒത്തിരി ഫലം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് ഏതു വിധത്തിലും പ്രാർത്ഥിക്കാം. ഞങ്ങൾ എന്തായാലും നിൽക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, അല്ലെങ്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധ്യമായതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു വിഷയത്തെ, ഇന്ന് നിയോഗം സമർപ്പിച്ച ആളുകളുടെ വിഷയത്തെ പോയിന്റായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിനു വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ശുശ്രൂഷകർ പ്രാർത്ഥിക്കണം, ജനം പ്രാർത്ഥിക്കണം. ഒരു വിഷയത്തിന് വേണ്ടി 1000 ആളുകളുടെ പ്രാർത്ഥന വരുന്ന സമയമാണ്. അതിനകത്ത് ആ സമയം ഒരു വിടുതലുണ്ടാകുമെന്ന് വിശ്വസിച്ച് ഒരു നിമിഷം നിന്നെ കർത്താവേ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ തിരുരക്തത്താൽ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവർ കൊതിച്ചതിനെ അവർക്ക് കൊടുക്കണമേ. അവർ ആഗ്രഹിച്ചതിന് അവരുടെ കൈകളിൽ എത്തുന്ന സമയം വരണമേ. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഒരാൾ പോലും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും പരാജയപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയും വചനവും കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്യരുത്. ഒരാൾ പോലും വിഷം കുടിച്ച് മരിക്കുന്നതോ അപകടത്തിൽ പെടുന്നതോ സാഹചര്യം ഉണ്ടാകരുത്. കർത്താവേ, ഇവിടെ നിന്ന് കേൾക്കുന്ന പ്രാർത്ഥനയെ സ്വീകരിക്കുന്നവർ, വചനത്തെ വിശ്വസിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹവും കൊടുക്കണമേ. നല്ല ഭവനങ്ങളെ കൊടുക്കണമേ, സൗകര്യങ്ങൾ കൊടുക്കണമേ, സഞ്ചരിക്കാൻ വാഹനങ്ങൾ കൊടുക്കണമേ, അവർക്ക് വീടും പറമ്പും വരുമാനവും അനുഗ്രഹിച്ചു കൊടുക്കണമേ, അവർക്ക് നല്ല ബിസിനസ് ചെയ്യാനുള്ള കഴിവ് കൊടുക്കണമേ, സാമർഥ്യം കൊടുക്കണമേ. കർത്താവേ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ ധൈര്യമുള്ളവരാകട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ സാമർഥ്യമുള്ളവരാകട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ ബലമുള്ളവരാകട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ പ്രത്യാശയുള്ളവരാകട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറെ ഒച്ചവെക്കുന്നവരല്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ ധൈര്യമുള്ളവരാകണം. കാര്യങ്ങൾ പറയാനും ചെയ്യാനും കഴിവുള്ള സാമർഥ്യമുള്ളവരാകണം. അവർ ഏതു രാജ്യത്ത് ചെന്നാലും ജീവിക്കാൻ കഴിവുള്ളവരാകണം. അവർ ദൈവാനുഗ്രഹമുള്ളവരാകണം. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാൻ ഇടയാകരുത്. ഒരു കുഞ്ഞു പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തെറ്റായൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയാകരുത്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ശരിയായില്ലെന്ന് ഒരാൾ പോലും പരാതി പറയുന്നത് കേൾക്കാൻ ഇടയാകരുത്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട
ഉപദ്രവിക്കപ്പെട്ടുവെന്ന് ആയിരങ്ങൾ ഇവിടെ വന്ന് പറയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നിയോഗം സമർപ്പിച്ച ഓരോരുത്തരെ ഓർക്കുമ്പോൾ മദ്യപാനം അതുപോലെ ലഹരിക്കിൽ നിന്നും വിടുതൽ കിട്ടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് എന്നെ കണ്ടവർ, ചില ആളുകൾ അവരുടെ ജീവിത പങ്കാളി മദ്യപാനത്തിലൂടെ അതിൻ്റെ എല്ലാ കയ്പും അനുഭവിക്കുന്നവരാ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല, നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല. തെറിയും വഴക്കും മാത്രം, പരാതി മാത്രം, ശാപം മാത്രം. പ്രിയപ്പെട്ട ആരെങ്കിലും, എനിക്ക് ഈ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ വിഷമമൊക്കെ കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ എനിക്കിതറിയാം. ഞാനും എൻ്റെ വീട്ടിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടു പോയ ആരെങ്കിലും ഇവിടെ കണ്ണുനീർ മകനാകാം, ചിലപ്പോൾ അത് മകളാകാം, ചിലപ്പോൾ ജീവിത പങ്കാളിയാകാം, പ്രിയപ്പെട്ട ഒരാളാകാം. അതിന്റെ പടിക്കുഴി കിടക്കുവാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിൽ നിന്നൊരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ മനസ്സിൽ കണ്ട്, ആ വ്യക്തിയെ മനസ്സിൽ കണ്ട്, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് വിടുതൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയിൽ അത് വിടുതലായി മാറട്ടെ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മദ്യത്തിന്റെ മയക്കുമരുന്ന് അടിമത്തത്തിൽ അവരെ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗമാണ് സ്ഥലം വിറ്റ് കടം വീട്ടാനും വീട് പണിയാനും. ഒരുപക്ഷെ എൻ്റെ ആയിരിക്കത്തില്ല, എൻ്റെ പ്രിയപ്പെട്ടവർ അതിനടുത്ത് നിൽക്കുന്ന ഒരാളുടെ നിയോഗം അതായിരിക്കും. എൻ്റെ ദൈവമേ, കടം കാരണം മടുത്തു. ബാങ്കിൽ നിന്ന് വിളി, നാട്ടുകാരുടെ വിളി, വീട്ടിൽ വന്നുള്ള സംസാരം, ചീത്ത വാക്കുകൾ, എങ്ങനെ ഇന്ന് കിടന്നുറങ്ങുന്ന ദിവസം. സ്ഥലം ഒന്ന് വിറ്റായിരുന്നെങ്കിൽ, കടമൊന്ന് വീട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ, ആ വീട് പണിയൊന്ന് നടന്നിരുന്നെങ്കിൽ, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ആ വിഷയത്തെ ഓർത്ത്, കർത്താവേ, ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, കടം വീട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വീട് പണി പൂർത്തിയായിരുന്നെങ്കിൽ, എന്റെ ദൈവമേ, ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഇതൊരു അത്ഭുത പ്രാർത്ഥനയാണ്, ഇതൊരു അത്ഭുതം നടക്കുന്ന പ്രാർത്ഥനയാണ്. ഇനി പ്രാർത്ഥിക്കുകയാണ്. സ്വന്തമായൊരു വീടിനു വേണ്ടി നിയോഗം വെച്ചവരുണ്ട്. വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നു, സ്വന്തമായൊരു വീടില്ല. എൻ്റെ മകന്, എൻ്റെ മകൾക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ, കർത്താവേ, ഞങ്ങൾ കൊതിച്ചത്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ കൊതിച്ചത് ഞങ്ങളുടെ കയ്യിൽ വരണം. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഓർത്ത് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, വീട്, ഒരു നല്ല വീട് കാണുമ്പോൾ ചിലർ പറയും, ഇതേപോലത്തെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലത്തെ ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. ഒരു വീട് സ്വപ്നമായിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തുതിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നല്ല ഭവനം, നല്ല സാഹചര്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾ അടുത്തു നിൽക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഒന്ന് കരങ്ങളെ ഒന്ന് കോർത്ത് ഉയർത്തിപ്പിടിക്കേണ്ട. ജസ്റ്റ് കരങ്ങളൊന്ന് അടുത്തും വലത്തും നിൽക്കുന്ന കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല, ഒരു കൂട്ടമായി നിന്ന്, ഒരു ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. എന്റെ കാര്യം നടക്കണമെന്ന് മാത്രമല്ല, ഞങ്ങളുടെ കാര്യങ്ങളെ അനുഗ്രഹമാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, തകർന്ന കുടുംബങ്ങൾ ഒന്നാകുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്നാകാൻ പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങൾ ഒന്നാകുവാൻ പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങൾ ഒന്നാകാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അകന്നു നിൽക്കുന്നവർ ഐക്യത്തിലാകാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിഷമത്തിൽ, വൈരാഗ്യത്തിൽ, അകൽച്ചയിൽ കഴിയുന്നവർ, ചില കുടുക്കുകളിൽ പെട്ടുകിടക്കുന്നവർ, തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവർ, അതിൽ നിന്ന് വിടുതൽ കിട്ടി യേശുവിന്റെ നാമത്തിൽ ഒന്നാകുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്നാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
യേശുവേ, ശരീരത്തിനകത്ത് വേദന ചുമക്കുന്നവർ, അകത്തോ പുറത്തോ രോഗത്തിന്റെ അവസ്ഥകൾ കൊണ്ടു നടക്കുന്നവർ, വയറിനുള്ളിലെ ചില മുഴകൾ, തലയ്ക്കുള്ളിലെ ട്യൂമറുകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ശരീരത്തിനകത്തെ വേദനകൾ, നട്ടലിന്റെ പ്രശ്നങ്ങൾ, കുടലിന്റെ പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ശരീരത്തിൽ വേദനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ കോർത്ത കരങ്ങളോടെ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ശരീരത്തിൽ രോഗത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ പ്രാർത്ഥിക്കുന്നു. IELTS, OET, ജർമ്മൻ ഭാഷാ പഠനം, ഇതുപോലെയുള്ള ബന്ധപ്പെട്ട വിഷയത്തിനകത്തൊരു വിജയം ഉണ്ടാകാൻ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടോ? എടുത്ത് കയ്യിൽ പിടിച്ച്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനകത്തൊരു അത്ഭുതങ്ങളെ കാണും. ഇതിനകത്ത് റിജക്ഷനായി എന്നല്ല ഞാൻ കേൾക്കുന്നത്, ഇതിനകത്തൊരു വിസ വരുന്നത്, ഇതിനകത്തൊരു പോസിറ്റീവായ റിപ്ലൈ വരുന്നത്, ഇത് വെറും കൈയോടെ മടങ്ങി വരുന്നതല്ല. നീ കൊതിച്ചത് നിന്റെ പഠന വിഷയത്തിൽ നടക്കും. നീ ആഗ്രഹിച്ചത് നിന്റെ IELTS നടക്കും. നീ കൊതിച്ചത് നിന്റെ OET നടക്കും. നീ കൊതിച്ചത് നിന്റെ ജർമ്മൻ പഠനത്തിൽ നടക്കും. നീ കൊതിച്ചത് എന്തുവോ അത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു. ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിനകത്തൊരു വിജയം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. PR കിട്ടുവാൻ, നല്ലൊരു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക. എൻ്റെ മകൻ ഇന്ന രാജ്യത്താണ്, എൻ്റെ മകൾ ഇന്ന രാജ്യത്താണ്, PR കിട്ടിയിട്ടില്ല, ജോലിയില്ല, തിരിച്ചു വരേണ്ടി വരുമോ? ഇത്ര ലക്ഷം മുടക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഇത്ര ലക്ഷം മുടക്കിയിട്ടാ പോയത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒന്ന് പറഞ്ഞ്, കണ്ണുകളടച്ച് പറഞ്ഞ്, എൻ്റെ മകൻ ഇന്ന രാജ്യത്ത്, എൻ്റെ മകൾ ഇന്ന രാജ്യത്ത്, അവർക്ക് PR കിട്ടിയിട്ടില്ല, ജോലി ശരിയായിട്ടില്ല, 10 ലക്ഷം 8 ലക്ഷം 15 ലക്ഷം ഒക്കെ മുടക്കിയിട്ടാ പോയത്, ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടാ പോയത്, ലോൺ എടുത്തില്ല. കർത്താവെ, തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് അറിയത്തില്ല മുന്നോട്ട് നീങ്ങുവാൻ, ഞങ്ങൾക്കിനി മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കേണ്ട. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഇൻ ജീസസ് നെയിം അതിനകത്തൊരു അത്ഭുതം നടക്കണമേ, അതിനകത്തൊരു അത്ഭുതം നടക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഇനി പ്രാർത്ഥിക്കുന്നത് കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ. ചില കേസുകൾ നാട്ടിലേക്ക് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ചില കേസിൽ പെട്ട് കിടക്കും, ചില കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, മല പോലെ ഉയർന്നാലും മഞ്ഞു പോലെ ഉരുക്കാൻ ദൈവത്തിന് പറ്റും. മല പോലെ ഉയർന്ന വിഷയം മഞ്ഞു പോലെ ഉരുകും. നിങ്ങൾ ഏതെങ്കിലും കേസിയുടെ, ചിലർക്ക് ജാമ്യം നിന്നതിന്റെ, ചിലപ്പോൾ ലോൺ അടയ്ക്കാത്തതിന്റെ, സാക്ഷി പറഞ്ഞതിന്റെ, സാക്ഷി നിന്നതിന്റെ ഒക്കെ പ്രയാസമുള്ളവർ കടലാസമായി വന്നവരുണ്ട്, കണ്ണുനീരോടെ പറഞ്ഞവരുണ്ട്. 10 ലക്ഷം 15 ലക്ഷം ജപ്തിയുടെ പ്രശ്നങ്ങൾ, എന്തു വിഷയമാകട്ടെ, ചില കേസ് ഇടപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അതിൽ നിന്ന് ആ പ്രശ്നം മഞ്ഞുപോലെ ഉരുകട്ടെ, ആ പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ശുശ്രൂഷകർ പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ല, വിവാഹം കഴിഞ്ഞു, അവർക്ക് മക്കളില്ല. ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന, ചില സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിച്ച്, വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത ആളുകളെ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ആ നിയോഗത്തിലുള്ളവർ പ്രാർത്ഥിച്ച്, അനുയോജ്യമായ വിവാഹം, എന്തെങ്കിലും ഒരു വിവാഹം നടക്കുവാനല്ല, ഏതെങ്കിലും ഒരു കല്യാണം നടക്കുവാനല്ല, അവരെ ദൈവം ചേർത്തതിനെ ഒരുമിച്ച് വരണം. ദൈവം കണ്ടത്, ദൈവം ചേർത്ത് വെച്ചത് ഒരുമിച്ച് വരണം. നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം, നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം, നല്ല മക്കൾ ഉണ്ടാകണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറ ഉയർന്നു വരണം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഉയർന്നു വരണം. എന്റെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കണം. എന്റെ വീട്ടിൽ അനുഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കണം. ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാർ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു, എന്റെ മകന്റെ, എന്റെ മകളുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ നിയോഗത്തെ സമർപ്പിച്ച് ഓരോ നിയോഗത്തെ ഏൽപ്പിച്ചു തരുന്നു. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, വിവാഹം നടന്നിട്ടില്ല, വിവാഹം കുഞ്ഞുങ്ങളില്ലാത്ത ഭാരം യേശുവിന്റെ നാമത്തിൽ,
യേശുവിന്റെ നാമത്തിൽ. In Jesus' name. Hallelujah, hallelujah. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Hallelujah. നഴ്സിംഗിനും മെഡിസിനുമായി ബന്ധപ്പെട്ട് നഴ്സിംഗിനൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ പഠനം, വിജയം, ജോലി, ഭാവി അനുഗ്രഹമാകുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളെ ഓർത്ത്, നഴ്സിംഗുമായി ബന്ധപ്പെട്ട് മെഡിസിനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർ, അതോടൊപ്പം പലവിധ പരീക്ഷകൾക്ക് എഴുതുന്നവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരും, ഒരു ജോലി പ്രൊമോഷൻ, ഒരു നല്ല ശമ്പളമുള്ള ജോലി, ഇതുമായി ബന്ധപ്പെട്ട് വിഷയം വേദനിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനാ നിയോഗം വച്ചിട്ടുള്ളവർ എല്ലാവരും ഒന്ന് കരങ്ങളെ ചേർത്ത് പിടിച്ച് ഒരുമിച്ചെന്ന് പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ കർത്താവേ വിജയം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചില വിജയങ്ങൾ നടക്കണമേ. എല്ലാവരും പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ദൈവം തരും. നാലിരട്ടി അനുഗ്രഹമായി വരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ സംബന്ധമായ രോഗ സൗഖ്യത്തിന് വേണ്ടി, ക്യാൻസർ രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാണ്. ക്യാൻസർ ശരീരത്തിൽ രോഗം, ക്യാൻസർ രോഗത്തിൽ അടിമകളായിരിക്കുന്നവർ, ഭയപ്പെടുന്നവർ, പേടിക്കുന്നവർ ഇപ്പോൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക തകർച്ചയിൽപ്പെട്ടവർ, പണം ചതിയിൽപ്പെട്ട് നഷ്ടപ്പെട്ടവർ, ബിസിനസ് തകർന്നവർ, നിങ്ങൾക്ക് നല്ല ബിസിനസ്സുകൾ ആശയമായി ദൈവം തരട്ടെ. നല്ല പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ. നല്ല ബിസിനസ്സുകാരുണ്ടാകട്ടെ. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പണം ഇറക്കിയാൽ പോരാ, അത് ചെയ്യാനുള്ള ഒരു സാമർഥ്യം വേണം. അത് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. അത് ദൈവം തരുന്ന ഒരു കഴിവാണ്. പണം എങ്ങനെയും കൈകാര്യം ചെയ്യാനല്ല, അത് അനുഗ്രഹപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളിൽ ഉയർത്തിക്കേ. ഒത്തിരി പേർക്ക് പണമുണ്ട്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. പണമുണ്ട്, കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. 10 രൂപ വച്ചാൽ 100 രൂപ കയ്യിൽ നിന്ന് പോകും. വെറും കൈവെള്ളയിൽ വെള്ളം കോരിയതുപോലെയാ അവരുടെ കയ്യിൽ നിന്ന് പൈസ വെറുതെ പോകുന്നു. അങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് വെച്ചു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, അവസാനം ഒന്നുമില്ല. നിങ്ങളുടെ കരങ്ങളിൽ അനുഗ്രഹമുള്ള സമ്പത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് നല്ല ബിസിനസ്സുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വരുമാന മാർഗം അനുഗ്രഹം പ്രാർത്ഥിച്ച്, ഒരു കുഞ്ഞു പോലും സാമ്പത്തിക തകർച്ചയിൽ കിടക്കരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വരണം. നന്മയുടെ വാതിൽ തുറക്കണം, അനുഗ്രഹമുള്ള വാതിൽ തുറക്കണം. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ഇനി പ്രാർത്ഥിക്കുന്നത്, ഫോൺ അഡിക്ഷൻ മൂലം എപ്പോഴും ഫോണാണ്, പഠിക്കാൻ പറ്റുന്നില്ല. അവർ ഭയങ്കര ദേഷ്യം പൊട്ടിത്തെറിക്കുന്നു. ഫോൺ അഡിക്ഷൻ. ഇവിടെ ഇരിക്കത്തൊരു പേര് അവരുടെ മക്കളുടെ ഫോൺ അഡിക്ഷൻ മൂലം അവരുടെ സ്വഭാവത്തിൽ മാറ്റം, പെരുമാറ്റത്തിൽ മാത്രം, പഠനത്തിലെല്ലാം പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ ദേഷ്യം, ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പ്രശ്നം, എല്ലാം പ്രശ്നം, ഫോൺ അഡിക്ഷൻ. ആ വിഷയത്തെ സമർപ്പിച്ച് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഓട്ടിസം പോലുള്ള രോഗം ബാധിച്ച കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അലർജി രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേരിക്കോസിന്റെ പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ചതിയിലും പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ജപ്തിയിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം ശ്രദ്ധിച്ച്, നമ്മൾ ഇങ്ങനെ പറഞ്ഞത് എന്നാണെന്നറിയാമോ? ഒരു വിഷയത്തിന് വേണ്ടി 100 പ്രാർത്ഥന വരികയാണ്. നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ച് ഇനി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മേൽ വിശുദ്ധ ജലം തളിക്കുവാൻ പോകുന്നതിന് മുമ്പ് നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്ന് കൈകളിലെടുക്ക്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ചെല്ലുന്ന ഒരാളും നഷ്ടപ്പെട്ടു പോവുകയില്ല. ഈ വചനം കേൾക്കുന്ന ഒരാളും ജീവിതത്തിൽ പരാജയപ്പെടരുത്. ഒരാൾ പോലും സാമ്പത്തികമായി തകരരുത്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വഴികളെ ഈ ജനത്തിന് തുറന്നു കൊടുക്കണമേ. ചില നല്ല ബിസിനസ്സുകൾ ചെയ്യുവാൻ, നല്ല അടിസ്ഥാനം ഇടുവാൻ, നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കമിടുവാൻ, നല്ല ആളുകൾ, നല്ല അനുഗ്രഹമുള്ളവർ കയറി വരണം, ഉയർന്നു വരണം. കഴിവില്ലാത്തവരായിട്ടല്ല, സാമർഥ്യമുള്ളവരായി, കഴിവുള്ളവരായി, വാക്കുകൾ പറയാൻ കഴിവുള്ളവരായി, ബിസിനസ് ചെയ്യാൻ കഴിവുള്ളവരായി, പഠിക്കാൻ കഴിവുള്ളവരായി, സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നവരായി ഒരുപാട് പേര് കയറി വരണം. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നിയോഗം 4 പ്രാവശ്യം നിയോഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളെ ആർദ്ര എനിക്ക് സാധിച്ചു കിട്ടുന്നത് ഈ വചനം ഒന്ന് ഓർത്തെ. സങ്കീർത്തന വചനം പറയുവാണ്, നീ കൊതിച്ചത്
നിനക്ക് ഞാൻ തരും. അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ്ലീഹ അനുഭവം പറയുക, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആ നാട്ടുകാർ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു, അനേകരെന്നെ ബഹുമാനിക്കാൻ ഇടയാക്കി. കർത്താവ്, ഈ ജനം തകരരുത്, ഈ ജനം ഒരു സാക്ഷ്യം പറയണം. ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, നിയോഗ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ ജലം തളിക്കുമ്പോൾ, നിങ്ങളൊരു സാക്ഷ്യത്തെ മൈക്കിലൂടെ വിളിച്ചു പറയാൻ സ്വർഗത്തിലെ ദൈവം വലിയൊരു നന്മ നിങ്ങൾക്ക് തരും. പ്രതിസന്ധികൾ വലുതാണോ, അത് വലിയൊരു അനുഗ്രഹത്തിന്റെ ചവിട്ടുപടിയായോ അത് മാറും. ഇന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വലുതാണോ, നാളെ ഒരു വലിയ അനുഗ്രഹത്തിന് അത് കാരണമാകും. നല്ല നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തണം, നല്ല വിജയം എത്തിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഇന്ന് നിയോഗം സമർപ്പിച്ച 250 പേരെയും അവരുടെ പേരുകളും അവരുടെ നിയോഗവും ഇപ്പോൾ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ ആലയത്തിൽ ഇന്നലെയും ഇന്നുമായി ദൂരെ നിന്നും സമീപത്ത് നിന്നും വന്നവരെ സ്വീകരിക്കണമേ. അവരുടെ നിയോഗങ്ങൾ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ആമേൻ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. രണ്ട് കരങ്ങളിലും ഉയർത്തി ഇന്ന് നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേര് കൊടുത്ത് നിയോഗം സമർപ്പിച്ചവരെ, ഇന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജലം ഇപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വ്യക്തികളെ യോഗത്തെ സ്വീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചേർന്ന് നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഉത്തരമരുളണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയമാണ്. എല്ലാവരും ഫ്രണ്ടിൽ നിൽക്കുന്നവരും ഏറ്റവും പുറകിലുള്ളവരും സൈഡിൽ നിൽക്കുന്ന എല്ലാവരും കേൾക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഈ ആലയത്തെ അനുഗ്രഹമായി നിലനിർത്തുന്നത്. നിങ്ങളിവിടെ വന്ന ആരോ വെറുതെക്കാരെന്ന രീതിയിലല്ല. ഈ ആലയത്തിൽ ദൈവം കൊണ്ടുവന്ന ഞങ്ങളുടെ അതിഥികളാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കടമയാണ്. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ കാണുകയാണ്. കുറവുള്ള സാധാരണക്കാരായ ഞങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ നിൽക്കാൻ പോലും കഴിയുന്നത്. ഞങ്ങളുടെ ഒറ്റ ബലത്തിലും ബുദ്ധിയിലും ശക്തിയിലും അല്ല നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ചിലർ ഞങ്ങൾക്ക് അമ്മമാരെ പോലെയാണ്.
ചിലപ്പോൾ ഞങ്ങളുടെ പിതാക്ക അപ്പനെ പോലെയാണ്, സഹോദരനെ പോലെയാണ്. നിങ്ങൾ ചിലർ പ്രാർത്ഥിക്കാതെ തന്നെ, ഞങ്ങൾക്ക് പറയാതെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ ദൂരെ നിന്ന് വന്നിട്ടുള്ള നിങ്ങളുടെ തിരിച്ചുള്ള യാത്രയെ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. 2 ദിവസവും 1 ദിവസവും ഉറങ്ങാത്തവരുണ്ട്. ഇനി ഒരുപാട് ദൂരം യാത്ര പോകാനുണ്ട്. 2 മണിക്ക് ശേഷം പുറപ്പെടുന്നത് കാറിലായിരിക്കും, കാർ ഓടിച്ചുകൊണ്ടായിരിക്കും, ട്രെയിനിലായിരിക്കും, ബസ്സിലായിരിക്കും. നിങ്ങളുടെ യാത്ര, വാഹനം, നിങ്ങൾ തിരിച്ചു വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ കൊതിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സാക്ഷ്യവുമായി ഇവിടെ വരുവാൻ ഇടവരണം. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാനെല്ലാം തികഞ്ഞ ഒരാളല്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ വചനം കേട്ട ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഈ വചനം കേട്ട ഒരാൾ വിഷം കഴിച്ച് ആശുപത്രിയിലാണ് അച്ഛോ പ്രാർത്ഥിക്കണമെന്ന് കേൾക്കാൻ ഇടയാകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ടു പോലീസ് പിടിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. നിങ്ങളുടെ മക്കളിൽ ഒരാൾ വീട്ടിൽ ഇറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് കേൾക്കാൻ, ഈ ചെവി കൊണ്ട് കേൾക്കാൻ, നിങ്ങൾ കൊതിച്ചത് കിട്ടിയെന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നന്ദിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛനെ പ്രത്യേകം ഓർക്കുന്നു. അച്ഛൻ ധ്യാന ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വൈദികനാണ്. ഈ ആലയത്തെ സ്നേഹിക്കുന്ന വേറൊരു വൈദികനായിരുന്നു വരേണ്ടത്. എന്നാലും അച്ഛൻ ഈ പ്രാവശ്യവും വന്നു. അച്ഛൻ വരുമ്പോൾ ഞങ്ങൾക്കത് അനുഗ്രഹമാണ്, അത് വിശുദ്ധ കുർബാന, അതൊരു അഭിഷേകമാണ്. ഈ നിമിഷം അച്ഛനെ ഞങ്ങൾ ഓർക്കുന്നു. അച്ഛന് കൂടെ വന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാരെ, അയൽക്കാരെ, പ്രിയപ്പെട്ടവരെ, അയലിടവക്കാരെ, സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങളെ ഉയർത്തി പ്രിയപ്പെട്ട ബെന്നിയച്ചൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ശബ്ദത്തെ ഉയർത്തി. ഒരാൾ നഷ്ടപ്പെട്ടു പോകരുത്, ഒരാൾ നശിച്ചു പോകരുത്, എല്ലാവരും വിജയിച്ചു. പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായം ഇപ്പോൾ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കണേ. ദൈവ പ്രവൃത്തികളുടെ സംഭവിക്കുന്നു, ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. ഇന്ന് കൗൺസിലിംഗിനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. കൈക്കുരിശിൽ എണ്ണ ഒഴിച്ചവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പങ്കെടുത്തവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ പേര് നൽകിയവരെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഉത്തരമരുളണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ.